എല്ലാവർക്കും നമസ്കാരം. നമുക്കൊരു പരീക്ഷയൊക്കെ നടത്താമല്ലോ. നമസ്കാരം സാർ. നമുക്ക് അടുത്ത മാസം ഒരു പരീക്ഷയൊക്കെ നടത്താമല്ലോ. ഒരു കൈയുടെ ഫോട്ടോ 2-3 ആംഗിളിലുള്ള ഫോട്ടോ ഇടാം. അത് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ വെച്ച് നിങ്ങളുടെ നോട്ട്സൊക്കെ വെച്ച് നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എഴുതി പോസ്റ്റ് ചെയ്യണം. പോസ്റ്റ് ചെയ്യാൻ മീൻസ് തപാലിൽ അയച്ചു തരണം. നമുക്ക് ഇന്നത്തെ ക്ലാസ് കൂടി കഴിഞ്ഞിട്ട് പിന്നെ 1-2 എക്സാമ്പിളൊക്കെ സാർ ഇട്ട് തരും. അതിനുശേഷം അടുത്ത മാസം നമുക്ക് പരീക്ഷ നടത്തി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഫീസ് ഉണ്ടാവും, ഞാൻ അറിയിക്കാതെ. സാറേ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ പറ്റിയ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം. സാറേ, പുസ്തകങ്ങളെ പറ്റി നമ്മുടെ സാറ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇപ്പൊ കുറെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ഒരു ഇതുപോലെയായിട്ട് ബന്ധപ്പെട്ട ബുക്കുകൾ എടുത്തിട്ട് കുറച്ചൊക്കെ ഓടിച്ച് വായിച്ചു നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് വിശ്വാസം തോന്നുന്ന ബുക്കുകൾ വാങ്ങുക. അങ്ങനെയാണ് സാറ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ എപ്പോഴോ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് എൻ്റെ ഓർമ്മ. സാറ് പറഞ്ഞിട്ടില്ല. സാറിന്റെ ഗുരുനാഥൻ ബുക്കൊന്നും എഴുതിയായിട്ടൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. സാറ് ഗുരുനാഥൻ കൊടുത്ത നോട്ട്സ് വെച്ചാണല്ലോ സാറ് നമ്മളെ പഠിപ്പിച്ചത്. സാറ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ആ ബുക്ക് എടുത്ത് വായിച്ചു നോക്കിയിട്ട് കുറച്ച് വായിച്ചു നോക്കണം. ഒരു 10-15 മിനിറ്റ് അതിന് വേണ്ടി ചിലവഴിക്കണം. ബുക്ക് വായിച്ചു നോക്കിയിട്ട് അതിനകത്ത് പിന്നെ നമ്മൾ പഠിപ്പിച്ച ഭാഗങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പം കുറച്ച് നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ ആ ബുക്ക് വാങ്ങണം. അങ്ങനെയാണ് സാറ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടത്. അങ്ങനെയാണ്. സാറേ നമസ്കാരം. നമസ്കാരം ലാൽ മാഷ് നന്നായി പറഞ്ഞല്ലോ. ആ വിഷയം നന്നായിട്ട് കൈകാര്യം ചെയ്തല്ലോ, വളരെ മികച്ച രീതിയിൽ. അപ്പോഴേ ഇപ്പൊ മാഷെ ചോദിച്ചതിന് ലാൽ മാഷ് പറഞ്ഞത് തന്നെയാണ് എൻ്റെ മറുപടി. കാരണം എൻ്റെ ഗുരുനാഥൻ പുസ്തകം എഴുതിയിട്ടില്ല. അദ്ദേഹത്തിന്റെ നോട്ട്സാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങൾക്കുള്ളത്. ഞാൻ നിങ്ങളുടെ ഒരിക്കൽ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഗുരുനാഥന്റെ നോട്ട്സ് പോലും ഞാൻ കോപ്പി ചെയ്യാൻ നിന്നിട്ടില്ലായിരുന്നു. കാരണം ഞാൻ കേട്ടു പഠിക്കുക ചെയ്തത്. കേട്ടും കണ്ടും 1 ദിവസമോ 2 ദിവസമോ അല്ല, വർഷങ്ങൾ, 1, 2, 3 അല്ല. ഞാൻ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അതിശയോക്തി വേണ്ട. എത്രയോ വർഷങ്ങൾ, 10-ലധികം വർഷങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് കസേരയിട്ട് അടുത്തിരുന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് കൈനോക്കാൻ വരുന്ന ആൾക്കാരുടെ ഫലം കേട്ട് പഠിച്ചതാണ്. ഒരു ദിവസം ഒരു 5-6 കേസൊക്കെ അദ്ദേഹത്തിന് വരും. അവധി ദിവസങ്ങളാണെങ്കിൽ 8-10 കേസൊക്കെ വരും. ഈ 10 കേസും കേട്ട് പഠിച്ചിട്ട് പോരുക. ആ കേട്ട് തഴമ്പിച്ചതാണ്. ഇപ്പൊ പുസ്തകങ്ങൾ മാർക്കറ്റിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ. അതിന് നിങ്ങളൊരു തപസ്സായി എടുക്കണം. കാരണം പുസ്തകങ്ങളുടെ വില എന്ന് പറഞ്ഞത് 200 രൂപ, 300 രൂപ, 500 രൂപ, 1000 ഒക്കെ വിലയുണ്ട്. 1000, 2000 ഒക്കെ വിലയുള്ള പുസ്തകങ്ങളുണ്ട്. ചെയ്യേണ്ടത് സിറ്റിയിലെ പ്രധാനപ്പെട്ട ബുക്ക് സ്റ്റാളിൽ കയറുക. തിരുവനന്തപുരത്തുള്ളവരാണെങ്കിൽ പ്രഭൂസ് ബുക്കിൽ പോവുക. മറ്റ് ജില്ലകളിലും പ്രഭൂസ് ബുക്ക് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. എല്ലായിടത്തും ഉണ്ടാവാനാണ് സാധ്യത. കോഴിക്കോട് ഒരു TK പബ്ലിഷേഴ്സ് എന്ന് പറഞ്ഞ ആ മാനാഞ്ചിറ ഒരു ബുക്ക് സ്റ്റാളുണ്ട്, വലിയ ബുക്ക് സ്റ്റാൾ. അതിൽ പ്രഭൂസ് തിരുവനന്തപുരത്താണെങ്കിൽ നിങ്ങൾ ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിന് അടുത്തായിട്ട് പ്രഭൂസിന് ഒരു ബ്രാഞ്ച് ഉണ്ട്. ആയുർവേദ കോളേജിന്റെ തൊട്ടു താഴെ ചെട്ടിക്കുളങ്ങര അമ്പലത്തിലേക്ക് ഇറങ്ങുന്നിടത്ത് പ്രഭൂസിന്റെ ഒരു കൊച്ചു ഷോറൂം ഉണ്ട്. അവിടെ കയറരുത്. ആയുർവേദ കോളേജ് ജംഗ്ഷനിൽ നിന്ന് ചെട്ടിക്കുളങ്ങര അമ്പലത്തിലേക്ക് പോകുന്ന ആ റോഡിൽ ഇറങ്ങുമ്പോൾ പ്രഭൂസിന്റെ ഒരു ഒരു പ്രഭൂസിന്റെ കടയുണ്ട്. അവിടെ കയറരുത്. ആ റോഡ് നേരെ താഴേക്ക് ഇറങ്ങുക. അമ്പലത്തിന്റെ അവിടെ ചെന്നിട്ട് വീണ്ടും മുന്നോട്ട് പോവുക. റെയിൽവേക്ക് പാരലായി കിടക്കുന്ന റോഡാണ്. റെയിൽവേ ലൈന് പാരലായി കിടക്കുന്ന റോഡിൽ അമ്പലം കഴിഞ്ഞ് ലേശം മുമ്പോട്ട് ചെല്ലുമ്പോൾ വലത് സൈഡിൽ പ്രഭൂസിന്റെ ഒരു വലിയ ബുക്ക് സ്റ്റാളുണ്ട്. അതിന്റെ അപ്സ്റ്റെയറിൽ കയറുക. അവിടെ ഈ ജ്യോതിഷം, അസ്ട്രോളജി ഇങ്ങനെയുള്ള ഇതിന് മാത്രമായിട്ടൊരു സെക്ഷനുണ്ട്. ഓരോന്നിനും ഓരോ സെക്ഷൻ അവിടെ. അല്ലെ അവരോട് ചോദിച്ചാൽ മതി. അസ്ട്രോളജിയുടെയും ജ്യോതിഷ പുസ്തകം എന്നിട്ട് അവർ പറയും എന്നിട്ട് തിരിക്കാണെന്ന് പോയി. അവിടെ ചെല്ലുക, പുസ്തകം എടുക്കുക, ആ കസേര വല്ലതും ഉണ്ടെങ്കിൽ നീക്കി ഇടുക, അല്ലെങ്കിൽ ആ സ്റ്റാൻഡിൽ ഒന്ന് ചാരി നിൽക്കുക,
പേജസ് മറിച്ച് ഏതെങ്കിലും ഒരു 3-4 ക്യാരക്ടർ, ഇപ്പൊ മണ്ഡലമാണെങ്കിൽ 1-2 മണ്ഡലം, രേഖയാണെങ്കിൽ 3-4 രേഖകൾ ഒന്ന് മറിച്ചു നോക്കുമ്പോൾ, വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം. ലളിതമായ ഭാഷയിൽ എഴുതിയിട്ടുള്ളതായിരിക്കണം. അതായത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം, വ്യക്തത ഉണ്ടാവണം. ആ പുസ്തകം എടുക്കുക. ഇത് ചെറിയ ചെറിയ പുസ്തകങ്ങൾ എടുക്കുക. ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 750-800 രൂപയ്ക്ക് 1000 ഒക്കെ അടുപ്പിച്ചുള്ളതാണ് മിനിമം റേറ്റ്. അതെടുക്കാതിരിക്കുക. അപ്പൊ വായിച്ചു നോക്കി കണ്ടന്റ് ഉണ്ട് നമുക്ക് തോന്നുന്ന പുസ്തകം എടുക്കുക. കാരണം ചിലര് ഒരു ശുക്രമണ്ഡലം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് വാരി വലിച്ചെഴുതിയിട്ടുണ്ട്. മണ്ഡലത്തിന്റെ പ്രസക്തി അതും ഇതും എന്ന് പറഞ്ഞ് നമുക്കതൊന്നും ഗുണം ചെയ്യില്ല. വളരെ സംക്ഷിപ്തമായിട്ട് ചുരുക്കി വ്യക്തമായി പറഞ്ഞേക്കുന്ന ആ പുസ്തകം എടുക്കുക, വായിക്കുക. വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാത്ത ഒരുപാട് പോയിന്റ്സ് അതിനകത്ത് ഉണ്ടാവണം. ആ പറഞ്ഞു തരാത്ത പോയിന്റ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എവിടെയെങ്കിലും ഒന്ന് പ്രയോഗിച്ചു നോക്കുക. ശരിയെന്ന് തോന്നിയാൽ നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഈ നോട്ട്സൊക്കെ ഒന്നുകൂടെയൊക്കെ ഒന്ന് പുതുക്കി എഴുതണം. നോട്ട്സ് പുതുക്കി എഴുതുമ്പോൾ നോട്ട്ബുക്കിന്റെ വലത് വശത്ത് ഞാൻ തന്ന നോട്ട്സ് നിങ്ങൾ അതേപടി എഴുതി വെക്കുക. ഓരോ നോട്ട്സും കഴിഞ്ഞാൽ 3-4 പേജ് ബ്ലാങ്ക് ഇട്ടിട്ട് അടുത്ത എഴുതുക. എന്നിട്ട് ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പുതുതായി കിട്ടുന്ന അറിവുകൾ നോട്ട്ബുക്കിന്റെ ഇടത് വശത്ത് എഴുതി വെക്കുക. ചിത്രം ഉണ്ടെങ്കിൽ ചിത്രവും വരച്ചു വെക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലും ഈ ലൈൻ അപ്ലൈ ചെയ്യാനൊരു അവസരം കിട്ടുമ്പോൾ അവിടെ പ്രയോഗിക്കുക. അവർ ശരി എന്ന് പറഞ്ഞാൽ അത് എടുത്ത് വലതുവശത്തെ നോട്ടിലേക്ക് എഴുതി ചേർക്കുക. വലതുവശത്ത് എഴുതി ചേർത്തേക്കുന്ന മുഴുവൻ പ്രയോഗിച്ച് അറിവുള്ളത് ആയിരിക്കണം. അതുകൊണ്ട് പുസ്തകം സെലക്ട് ചെയ്ത് വായിച്ചാൽ മതി. ഞാൻ പഠിച്ച കാലത്ത് കണ്ണിൽ കാണുന്ന പുസ്തകം മുഴുവൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ വീട്ടിൽ കൊണ്ട് നോക്കുമ്പോഴാണ് അതിനകത്ത് കണ്ടന്റ് ഇല്ല എന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഒരു 10-20 മിനിറ്റ് എടുത്ത് ഓരോ പുസ്തകമായിട്ട് വായിച്ചു നോക്കുക. കണ്ടന്റ് ഉണ്ട് എന്ന് തോന്നുന്ന പുസ്തകം എടുക്കുക. കഴിയുന്നൊരു 300-400 രൂപയ്ക്ക് താഴെയുള്ള പുസ്തകം എടുക്കുന്നതാണ് നല്ലത്. നഷ്ടം വന്നാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഇനി ഇംഗ്ലീഷ് പുസ്തകത്തോടാണ് താല്പര്യമെങ്കിൽ ഷീറോയുടെ പുസ്തകം ഉണ്ടാവും, വേറെയും പലരും ഉണ്ട്. ആ പുസ്തകങ്ങൾ എടുത്ത് വായിച്ചു നോക്കണം. വായിക്കുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ എന്നറിയാം. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ ബേസിക് നോളജിന് ഞാൻ തന്നത് നിങ്ങൾക്ക് ധാരാളമാണ്. ബേസിക് നമ്മൾ ഈ LKG പഠിക്കുന്ന കുട്ടി കഴിഞ്ഞ് 1ാം സ്റ്റാൻഡേർഡിൽ അഡ്മിഷന് യോഗ്യത നേടിയ ആൾക്കാരാണ് നിങ്ങൾ. അത് മനസ്സിലാക്കുക. LKG UKG കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിന് അഡ്മിഷൻ നേടാൻ യോഗ്യരായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. ഇപ്പൊ 10ാം ക്ലാസ് ഒന്നും ആയിട്ടില്ല എന്നറിയാം, 7ാം ക്ലാസ്സും ആയിട്ടില്ല. ജസ്റ്റ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കയറാം. എന്നുവെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് UKG കഴിഞ്ഞ് വരുന്ന കുട്ടിക്കൊക്കെ അക്ഷരമാല അറിയാം, അവർക്ക് 1, 2, 3 ഒക്കെ അറിയാം, അവർക്ക് 10 ഫ്ലവറിന്റെ പേരറിയാം, ഒരു 15 ബേർഡ്സിന്റെ പേരറിയാം, കുറച്ച് പിന്നെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ പേരറിയാം. അതൊക്കെ അവർക്കറിയാം. ആ ഒരു അവസ്ഥയാണ് നിങ്ങൾ. ഇവിടുന്ന് നിങ്ങൾക്ക് ഇനി ബിൽഡ് ചെയ്യാം. ഒരു ഗുരുവിന്റെയും ആവശ്യം ഇല്ല, ഒരാളിന്റെ ആവശ്യമില്ലാതെ നിങ്ങൾക്ക് ഇവിടുന്ന് ബിൽഡ് ചെയ്യാം നിങ്ങളെ. അത് വായനയാണ്, പ്രാക്ടീസാണ്. 2 കാര്യങ്ങൾ. 1ാം സ്റ്റാൻഡേർഡിന്റെ പരീക്ഷയല്ലേ സാറേ അടുത്ത മാസം? നടക്കട്ടെ, അതെന്താ, നിങ്ങൾ വിജയിക്കുന്നുള്ളത് എനിക്ക് സംശയമില്ലല്ലോ. അപ്പോ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുക. ഇനി ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്കൊരു ഗുരുവിന്റെ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ വായിക്കണം. ഞാൻ തന്ന നോട്ട്സ് മാത്രമല്ല, കിട്ടുന്ന പുസ്തകങ്ങൾ മുഴുവൻ വായിക്കണം. 2, പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ഒരു പ്രധാന ഘടകമാണ്. നിങ്ങളുടെ വീട്ടിന് അടുത്തോ നിങ്ങളുടെ പരിചയത്തിലോ ആർക്കെങ്കിലും പാം ഹിസ്റ്ററി അറിയാം, അവർ പാം റീഡിങ് നടത്തുന്നു എങ്കിൽ അവരുടെ അടുത്ത് നിങ്ങൾ ക്ലയൻറ്റുമായിട്ട് പോവുക. അവർ പറയുന്നത് കേട്ടിരിക്കുക. എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ കൈ നോക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളെ മുന്നിൽ ഒരാൾ വന്നാൽ ഈ വരുന്നയാൾ കുറെ കഥ പറയാൻ ശ്രമിക്കും. ഞാൻ അതാണ്, ഞാൻ ഇതാണ്, ഞാൻ അങ്ങനെയാണ്. ഇതൊന്നും നിങ്ങൾ അനുവദിച്ചു കൊടുക്കരുത്. അതൊക്കെ പിന്നീട്, പരിചയപ്പെടലെല്ലാം പിന്നീട് ആദ്യമേ പറയണം. നിങ്ങളടുത്ത് വരുന്ന ആള്
അയാൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആദ്യം നിങ്ങൾ പറയണം പരിചയപ്പെടലെല്ലാം പിന്നീട്, ആദ്യം നമുക്കത് കഴിയട്ടെ എന്ന് പറയും. എന്നിട്ട് ഇപ്പോൾ ആണാണെങ്കിൽ അയാളെ വലത് കൈ വാങ്ങുക, സ്ത്രീ ആണെങ്കിൽ ഇടത് കൈ. കഴിയുന്നതും സ്ത്രീയുടെ കയ്യിൽ സ്പർശിക്കാതിരിക്കുക. അത് അവരുടെ കോൺഫിഡൻസ് റേറ്റ് കൂടും. അവരുടെ നമ്മൾ കയ്യിൽ തൊടും എന്ന് തോന്നിയാൽ അവർക്കൊരു ഡെലിക്കസി ഉണ്ടാവും. അത് നമുക്കും ഒരു ബുദ്ധിമുട്ടാണ്. സ്ത്രീകളുടെ ആണെങ്കിൽ കയ്യിൽ തൊടാതിരിക്കാൻ ശ്രമിക്കുക. അപ്പം അവരുടെ കയ്യിൽ ചുളിച്ചൊക്കെ നോക്കണമെങ്കിൽ ഒരു പേനയോ പെൻസിലോ വെച്ച് നമ്മൾ നോക്കുക. അല്ലെങ്കിൽ നിവർത്താൻ അവരോട് പറയുക, ഒരു പേനയോ പെൻസിലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് തട്ടിയും തിരിച്ചുമൊക്കെ നമുക്ക് നോക്കാം. ഇനി കൈ കിട്ടിയാൽ ഒരു നിമിഷം ഗണപതി ഭഗവാനെ ഓർമ്മിക്കുക, വിഘ്നേശ്വരനെ ഓർമ്മിക്കുക. അദ്ദേഹത്തെ ഓർമ്മിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടദേവത എന്തെങ്കിലും ഉണ്ട് എങ്കിൽ, കുടുംബ പരദേവതകളോ, ഒരുപക്ഷെ നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന 1-2 പേർക്കെങ്കിലും എനിക്ക് തോന്നുന്നു ഉപാസന ഉള്ളവരാണെന്ന് തോന്നുന്നു. ജപവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളവരാ 1-2 പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ജപം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മൂർത്തികളെ മനസ്സിലൊന്ന് ഓർമ്മിക്കുക. ഓർമ്മിച്ചാൽ മതി, മന്ത്രമൊന്നും അവിടെ ചൊല്ലരുത്, ഒന്ന് ഓർമ്മിക്കുക. അത് കഴിഞ്ഞിട്ട് മാതാപിതാക്കളെ ഒന്ന് മനസ്സിൽ കണ്ടങ്ങ് പോവുക, കണ്ടുപോയാൽ മതി. ഗുരുവിനെ മനസ്സിൽ കാണുക. ഗുരു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആരെ വേണോ ഗുരുവായി എടുക്കാം. നിങ്ങൾ ഒരു പക്ഷേ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളെ നിങ്ങൾക്ക് ഗുരുവായി മനസ്സിൽ സങ്കല്പിക്കാം. വലിയ വലിയ യോഗികളെ നിങ്ങൾക്ക് ഗുരുവായി സങ്കല്പിക്കാം. നിങ്ങൾ ആദ്യാക്ഷരം പറഞ്ഞു തന്ന ആളെ ഗുരുവായി സങ്കല്പിക്കാം. നിങ്ങൾക്ക് ഉപാസന പറഞ്ഞു തന്ന ആളെ ഗുരുവായി സങ്കല്പിക്കാം. നിങ്ങളൊരു മെന്ററായിട്ടുള്ള ഒരാൾ, ആരെ വേണോ നിങ്ങൾക്ക് ഗുരു സ്ഥാനത്ത് സങ്കല്പിച്ച് ഒരു നിമിഷം ഒന്ന് മനസ്സുകൊണ്ട് വണങ്ങുക. എന്നിട്ട് കയ്യിലൊന്ന് തൊട്ട് ഒന്ന് വന്ദിക്കുക. പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് അതൊരു പെട്ടെന്ന്, ഇതൊന്നും ഒരു ആചാരം പോലെ ഒന്നും ആർക്കും തോന്നരുത്. നിമിഷം കൊണ്ടൊക്കെ ചെയ്യേണ്ട കാര്യം. ഇത്രയും കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമാക്കണം. അതിന് ഈ ആളുടെ കൈ ഇങ്ങനെ ഒതുക്കി പിടിക്കുക, ഒതുക്കി പിടിക്കുക. നിങ്ങളുടെ കൈ നിങ്ങൾക്ക് നെഞ്ചിന് നേരെ കൈ ഇങ്ങനെ ഒതുക്കി പിടിക്കുക. നിങ്ങളുടെ നെഞ്ചിന് നേരെ ഇങ്ങനെ വരണം. ആ കൈ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നെഞ്ചിന് നേരെ, നിങ്ങളുടെ മുഖത്തിന് നേരെ ഇങ്ങനെ നീക്കി പിടിക്കുക. ഈ കൈ ഇങ്ങനെ ഒതുക്കിയായിരിക്കും നിങ്ങൾ പിടിക്കുന്നത് കൈ. എന്നിട്ട് വിരലുകളൊക്കെ ഒന്ന് പരിശോധിക്കണം. അതിൻ്റെ നീളം എങ്ങനെ, അതിൻ്റെ വലിപ്പം എങ്ങനെ, തായ് വിരലൊക്കെ ഒന്ന് പിടിച്ചു നോക്കണം എങ്ങനെ ഇരിക്കുന്നു, അത് ബെൻഡിങ് ആണോ, ഇവിടെ എന്തൊക്കെ ഉണ്ട്. എന്നിട്ട് മൗണ്ട്സിലൂടെ ഒന്ന് ഓടിപ്പോകണം, എല്ലാ മൗണ്ടും ഒന്ന് നോക്കണം. അത് കഴിഞ്ഞ് രേഖകളിലൂടെ ഒന്ന് പോകണം. എല്ലാ രേഖകളും 1 by 1 ആയിട്ട് ഒന്ന്. ഇത് ഞാൻ കൂടി 3-4 മിനിറ്റിനകത്ത് നിങ്ങൾ തീരണം. 5 മിനിറ്റൊന്നും എടുക്കരുത്. ഇതെല്ലാം പരിപാടി കൂടി തീർക്കാൻ 5 മിനിറ്റ് എടുക്കരുത്. ഇത്രയും കഴിയുമ്പോൾ എന്തൊക്കെ പറയണം എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ കോൺക്രീറ്റ് ആയി വരും. എന്തൊക്കെ പറയണം? അപ്രിയ സത്യം പറയരുത്. ഒരു കാരണവശാലും ഒരാൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യം പറയരുത്. വേണമെങ്കിൽ പറയാം, പൊതിഞ്ഞു പറയാം. പറഞ്ഞാൽ റെമഡിയും നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒരാളുടെ കൈ കണ്ടപ്പോൾ അയാൾ വീഴും, അംഗഭംഗം വരും, തലയ്ക്ക് മുറിവേൽക്കും എന്ന് കണ്ടു. പറഞ്ഞാൽ അതൊരു അപ്രിയ സത്യമാണ്. നിങ്ങൾ വീഴാൻ പോകുന്നു, നിങ്ങൾക്ക് ഒടിവും ചതവും പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തലയ്ക്ക് മുറിവേൽക്കും.
അതൊരു അപ്രിയ സത്യമാണ്. പക്ഷെ അത് കണ്ടാൽ അത് പറഞ്ഞു കൊടുക്കണം, കൂട്ടത്തിൽ പരിഹാരവും പറഞ്ഞു കൊടുക്കണം. ബസ്സിന്റെ ഫുട്ബോർഡിൽ നിന്ന് യാത്ര ചെയ്യരുത്, ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങരുത്, ബൈക്കിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യരുത്, കഴിയുമെങ്കിൽ ബൈക്ക് കുറച്ച് ദിവസത്തേക്ക് ഉപയോഗിക്കാതിരിക്കുക, സൈക്ലിംഗ് ഒഴിവാക്കുക, റോഡിന്റെ സൈഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കുക, ബാത്റൂമിൽ കയറുമ്പോൾ തെന്നി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കൂട്ടത്തിൽ അവരുടെ ഇഷ്ടദേവൻ ആരെന്ന് ചോദിച്ചിട്ട് ആ ക്ഷേത്രത്തിലേക്ക് ദർശനവും അവിടെ ഏതെങ്കിലും വഴിപാടുകൾ, ദാറ്റ് മീൻസ് അർച്ചന, ഇതേതെങ്കിലും പറയണം. വലിയ പൂജാതി കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കരുത്. നിങ്ങൾ ജ്യോതിഷന്മാരാണ് എന്നറിയുമ്പോൾ ചില ഈ പൂജാ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളെ സമീപിക്കും. നിങ്ങൾ പറയുന്ന ഫലങ്ങൾ ശരിയായി വന്നു എന്ന് നാട്ടിലൊരു അറിവ് വരുമ്പോൾ ഇവർ നിങ്ങളടുത്ത് വരും. പൂജ വിട്ടു തരണം, വെറുതെ വേണ്ട, ഓരോ പൂജയ്ക്ക് ഞങ്ങൾ ഇത്ര രൂപ വെച്ച് തന്നുകൊള്ളാം എന്ന് നിങ്ങളോട് ഒരു പച്ചയ്ക്ക് പറയും. ഞാൻ ഇത് കാര്യമായിട്ട് പറഞ്ഞതാണ്, എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ 15 രൂപയുടെ ഒരു പൂജയ്ക്ക് അവർ 25 രൂപ വാങ്ങിക്കും, 10 രൂപ നോക്കുകൊണ്ട് തരും. നമ്മളൊന്നും അറിയണ്ട. മാസത്തിൽ 5 പൂജ കൊടുത്താൽ 50,000 രൂപ നമ്മുടെ പോക്കറ്റിലെത്തും. നമ്മളിപ്പോൾ കുറച്ചു പേർക്കെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടോ ഉള്ളവരായിരിക്കാം. എല്ലാവരും നമുക്ക് പൂജ പറഞ്ഞിട്ട് പൂജാരിയായിട്ട് നമ്മളൊരു ധാരണയിലെത്തിയാൽ കൃത്യം നമ്മുടെ മാസപ്പടി ഇങ്ങെത്തും. അറിയുക, അയാളെ ദുരിതം കൂടിയാണ് നമ്മൾ വാങ്ങുന്നത്. ആരെയാണോ, ആരുടെ ദുരിതം തീർക്കാനാണോ നമ്മൾ പൂജാരിയുടെ അടുത്തേക്ക് ഇയാളെ പറഞ്ഞയച്ചത്, അയാളുടെ ദുരിതം കുറെ നമ്മൾ വാങ്ങുന്നു. ആ ധനം വാങ്ങുന്നതിലൂടെ, ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണും. അതിന്റെ കഴിവതും പൂജ പറയാതിരിക്കുക. പിന്നെ പൂജ പറയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടില്ല, അതും കൂടി അറിയാം. അതുകൊണ്ട് തൽക്കാലം ക്ഷേത്ര ദർശനവും ക്ഷേത്രത്തിലുള്ള ചെറിയ ചെറിയ പൂജകൾ, അതായത് വഴിപാടുകൾ, അത് അവരുടെ ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഞാൻ അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ടു, ഞാൻ അർച്ചന ചെയ്തു, അതുകൊണ്ട് എനിക്കിനി ഒന്നും വരില്ല എന്നുള്ള കോൺഫിഡൻസ് ലെവല് അവർക്ക് കൂടിയാൽ ഈ ദോഷങ്ങളിൽ നിന്ന് അവർ കുറെ അങ്ങ് മാറും. ദ സീക്രട്ട് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ സീക്രട്ട് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നത്, നമ്മൾ എന്താണോ ആലോചിക്കുന്നത്, നമ്മൾ എന്താണോ എപ്പോഴും ചിന്തിക്കുന്നത്, അത് നമ്മളെ തേടിയെത്തുന്നതാണ്. ഒരു വലിയ പുസ്തകമല്ല, ഒരു 10-200 പേജിനകത്തൊക്കെ വരുന്ന ഒരു പുസ്തകമാണ്. അത് എഴുതിയത് റോണ്ട ബേൺ എന്ന് പറയുന്ന ആളാണ്. അത് മഞ്ജുൾ പബ്ലിഷിംഗ് ഹൗസ് ആ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, മഞ്ജുൾ. അത് ട്രാൻസ്ലേഷൻ ഉണ്ട്. സുരേഷ് ആറാണ് അതിന്റെ ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുള്ളത്, സുരേഷ് ആർ. ഞാൻ അതിന്റെ ഫോട്ടോ കോപ്പിയാണ് എൻ്റെ ഇരിക്കുന്നത്. ഇത് ഫോട്ടോ കോപ്പിയാണ്, അത് ഞാൻ ബൈൻഡ് ചെയ്തെടുത്ത ഒരു ഫോട്ടോ കോപ്പിയാണ്. അപ്പൊ ഇത് ഈ പുസ്തകം ദ സീക്രട്ട്, അതിൽ പറയുന്നുണ്ട് നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നോ അത് നമുക്ക് നേടാൻ കഴിയുമെന്നാണ്. അപ്പൊ ആവശ്യമില്ലാത്ത ചിന്തയും പ്രവൃത്തിയും നമുക്ക് വേണ്ട. മറ്റൊന്ന്, നിങ്ങൾ ദക്ഷിണ വാങ്ങിയാൽ ആ ദക്ഷിണയുടെ ഒരു വിഹിതം നിങ്ങൾ ഇഷ്ടമൂർത്തിക്ക് വഴിപാടിനായി മാറ്റിവെക്കണം. ഈ ചിലർക്കൊക്കെ ചില ദോഷങ്ങൾ കർമ്മഫലത്തിന്റെ ഭാഗമായിട്ട് വന്നു ഭവിക്കുന്നതാണ്. ഈ കർമ്മഫലത്തിന്റെ ഭാഗമായി വന്നു ഭവിക്കുന്ന ഈ ദോഷങ്ങൾ അയാൾ അനുഭവിക്കാതിരിക്കാനുള്ള പോംവഴികളായിരിക്കും ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അത് അയാൾ അനുഭവിക്കാതെ പോയാൽ നമ്മൾ എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ വലിയ പ്രശസ്തരായ ജ്യോതിഷന്മാരും
ഈ മാന്ത്രികന്മാരും ഒക്കെ കർമ്മികളും ഒക്കെ വാർദ്ധക്യത്തിൽ ദുരിതങ്ങളിലേക്കോ അല്ലെങ്കിൽ അവരുടെ കുടുംബം ദുരിതങ്ങളിലേക്കോ പെട്ടുപോകുന്നത് ഈ പണി ചെയ്തതുകൊണ്ടാണ്. അത് വരാതിരിക്കാനാണ് കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമൂർത്തിക്ക് മാറ്റിവെക്കുക. അത് ഒരുമിച്ചുകൊണ്ട് അവിടെ എന്തെങ്കിലും ചെയ്താൽ മതി. ഭണ്ഡാരത്തിലിട്ടാലുമായി, അവിടെ ചെന്ന് പൂജാതി കാര്യങ്ങൾ ചെയ്താലുമായി, അത് അവിടത്തേക്ക് സമർപ്പിച്ചാൽ ഈ വരുന്ന ദോഷത്തിൻ്റെ അളവ് അവർ കുറച്ചു തരും. അതോടൊപ്പം തന്നെ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഒരാളിനെ ഇപ്പോൾ ഒരു ശനി ദശയാണ് നിങ്ങൾ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ കൃത്യമായിട്ട് അവിടെ ചെന്നിട്ട് നിർമാല്യം തൊഴുതിട്ട് അവിടെ ശാസ്താവിന് നീരാഞ്ജനവും ചെയ്യാൻ നിങ്ങൾ പറയും. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പറയണം, നിങ്ങൾ നീരാഞ്ജനം ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു നീരാഞ്ജനം കൂടെ ചെയ്തേക്കണേ എന്ന് പറഞ്ഞേക്കണം. അത് നിങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. ഇപ്പൊ ക്ഷേത്രത്തിലേക്ക് ഒരു നെയ് വിളക്ക് അല്ലെങ്കിൽ നെയ് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞാൽ ഒരു 50 ഗ്രാമിന്റെ ഒരു ബോട്ടിൽ കൂടെ അധികം വാങ്ങിക്കൊടുക്കണേ. അവിടെ പേര് അത് വേണ്ട, നിങ്ങൾ കൊടുത്താൽ മതി, നിങ്ങൾ കൊടുക്കുന്ന നേരത്തെ എന്നെ ഓർമ്മിച്ചങ്ങ് കൊടുത്തേക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പകരമായിട്ട് അവിടെ കൊടുത്തേക്കുക. അത് നമുക്ക് വരുന്ന ദോഷത്തിന് നമ്മളും അവിടെ സമർപ്പിക്കുകയാണ്. ഭഗവാനെ, ഞാൻ പറഞ്ഞു കൊടുത്ത് അവരിതാ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മളും അത് സമർപ്പിക്കുക. അത് വേണം. പിന്നെ മനസ്സിൽ ശുദ്ധി ഉണ്ടായിരിക്കണം. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ശുദ്ധി ഉണ്ടായിരിക്കണം. ചിന്തയിലും നമ്മൾ കൈനോക്കാൻ വരുന്ന ആൾക്കാരുടെ ഒരുപാട് രഹസ്യങ്ങൾ നമുക്കറിയാൻ പറ്റും. നമ്മൾ പിന്നെ കൂട്ടുകാരോടൊപ്പം ഇരിക്കുമ്പോൾ നമ്മൾ അറിയാതെ പറയും, ഇന്നലെ കൈ ഞാൻ നോക്കി കേട്ടോ, ആ കയ്യിൽ ഇങ്ങനെ രേഖയുണ്ട്, അതിന്റെ ഫലം ഇതാണ്. പറയരുത്. ഞാൻ ഒരിക്കൽ പറഞ്ഞു, കുംഭസാര രഹസ്യം പോലെ നിങ്ങൾ ഇതിനെ സൂക്ഷിക്കണം. കുംഭസാര രഹസ്യം ഈ പുരോഹിതന്മാർ സൂക്ഷിക്കുന്ന പോലെ നിങ്ങൾ ഒരാളുടെ കൈ കണ്ട് ഒരു കാര്യം ശരിയായി പറഞ്ഞാൽ 5 കാര്യം അവർ പിന്നെ ഇങ്ങോട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ അയാളുടെ കയ്യിലൊക്കെ ഒരു കാര്യം വളരെ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്ത് 5 കാര്യം അയാൾ ഇങ്ങോട്ട് നമ്മോട് പറയും, സാറേ ഇങ്ങനെയൊക്കെ കൂടെ ഉണ്ട് എന്ന് പറയും. അപ്പൊ അതൊക്കെ അറിവാ ആ വ്യക്തിയെ കുറിച്ചുള്ളത്. ഇതൊരിക്കലും നമ്മൾ മറ്റൊരാളുടെ അടുത്ത് ഷെയർ ചെയ്യരുത്. ചെയ്താൽ എപ്പോഴെങ്കിലും ഇത് പുറത്തറിയും. ഉറപ്പ്, ഒരു സംശയവും വേണ്ട. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ആളുടെ മനസ്സിലും വരും, അപ്പൊ എവന്റെ അടുത്ത് കൈ നോക്കാൻ പോയാൽ അവൻ ഈ നാട് മുഴുവൻ പറഞ്ഞു വരുത്തുമല്ലോ എന്നൊരിത് വന്നു പോയാൽ പിന്നെ നിങ്ങൾ മേലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും നിങ്ങൾക്ക് ക്ലയന്റിനെ കിട്ടാത്തൊരു സാഹചര്യം വരികയും ചെയ്യും. മാത്രമല്ല, ഒരു കൈ പോലും നിങ്ങൾക്കൊരാൾ നീട്ടിത്തരില്ല. കാരണം അയാളുടെ രഹസ്യങ്ങൾ നിങ്ങൾ മറ്റൊരാളിനോട് ഷെയർ ചെയ്യുന്നൊരു ഇത് വരും. ആ വിശ്വസ്തത നിങ്ങൾ കീപ്പ് ചെയ്യണം. കൈ നോക്കുമ്പോൾ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും, ഇപ്പം വിരലിനെ കുറിച്ച് എല്ലാം പറയുക, എല്ലാ മണ്ഡലത്തെയും കുറിച്ച് പറയുക, എല്ലാ രേഖകളെ കുറിച്ചും പറയുക. ഇത്രയും കാര്യങ്ങൾ ഞാൻ എങ്ങനെ പറയും? അങ്ങനെയൊന്നും പറയണമെന്ന് ആരും വാശി പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരാളുടെ കൈ കണ്ടാൽ നമുക്കൊരു 10 പോയിന്റ് പറയണം. 10 പോയിന്റ്. അത് നമുക്ക് ഉറപ്പായി പറയാൻ പറ്റുന്ന വളരെ കോൺക്രീറ്റ് ആയ 10 കാര്യങ്ങൾ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുക. തൽക്കാലം ഇത്രയിൽ മതി എന്ന് പറയുക. കൂടുതൽ പറയാൻ നിൽക്കണ്ട. പറഞ്ഞു മനസ്സിലായല്ലോ? പറയുന്നത് 10ഉം 10 ആയിരിക്കണം. ഒരു സ്റ്റേറ്റ്മെന്റേ പറയാൻ പറ്റുള്ളെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ദിവസം ബാക്കി പിന്നീട് പറയാമെന്ന് പറയാ. പറ്റുമെങ്കിൽ അയാളുടെ ചിത്രം ഫോട്ടോ എടുക്കുക, വീട്ടിൽ കൊണ്ടുവച്ച് അനലൈസ് ചെയ്തിട്ട് പറയുക. ഇപ്പോ തുടക്കത്തിൽ നിങ്ങൾ പറയുന്ന എല്ലാം ശരിയായിട്ട് വരും. അത് ഈ ഹസ്തരേഖ നോക്കി പറയുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ്, പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന എന്തും ശരിയായിരിക്കും. നമ്മൾ കയ്യിൽ കാണുന്ന ഏതോ രേഖയോ അടയാളോ ചിഹ്നമോ കണ്ടിട്ടായിരിക്കും നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. പക്ഷേ നമ്മൾ കണ്ട സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് അയാൾക്ക് മറ്റേതോ വിധത്തിൽ കറക്റ്റായി വരികയും ചെയ്യും.
ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കൊരു അഹങ്കാരം, കുറച്ച് ദിവസം വെച്ചാൽ ഒരുപാട് ദിവസമൊന്നും വേണ്ട, ഒരു മാസം ആകുമ്പോൾ തന്നെ നമുക്കൊരു അഹങ്കാരം വരും. ഞാൻ പറഞ്ഞതെല്ലാം ശരി, ഞാൻ 10 പേർക്ക് പറഞ്ഞു 10ഉം ശരിയാണ്, അപ്പൊ എനിക്കിത് പറയാൻ അറിയാം. ഈ അഹങ്കാരം കയറുന്നോട് കൂടി പറയുന്ന മുഴുവൻ തെറ്റിത്തുടങ്ങും. അതുകൊണ്ട് ഓർമ്മിക്കുക, നിങ്ങൾ ആരംഭത്തിൽ നിങ്ങൾ പറയുന്നതെല്ലാം ശരിയായി വരും. അത് നിങ്ങൾ പറഞ്ഞത് കൊണ്ടല്ല, നിങ്ങൾ കണ്ടതും തെറ്റായിരിക്കും, പക്ഷെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാവാൻ മറ്റേതെങ്കിലും കാരണം കയ്യിലുണ്ടായിരിക്കും. പക്ഷെ അത് കോൺഫിഡൻസ് കൂട്ടുന്നതോടൊപ്പം തന്നെ എനിക്കറിയില്ല ഇതൊന്നും എന്നുള്ള മനസ്സും കൂടെ നമ്മൾ സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് തോന്നുന്നു. അഹങ്കാരം എപ്പോൾ നമ്മുടെ മനസ്സിൽ കുടികൊള്ളുമോ, ആരുടെ കൈ കണ്ടാലും ഞാൻ പറയും, ആ അഹങ്കാരം നമ്മുടെ മനസ്സിൽ എന്ന് എത്തുമോ അവിടെ നമ്മുടെ പരാജയം ആരംഭിക്കും. അതുകൊണ്ട് വിനയം അതും സൂക്ഷിക്കുക. തുടർച്ചയായ പഠനം വേണം. ഉറപ്പായിട്ട് ആയുർരേഖയെ നോക്കിയിട്ട് നിങ്ങൾക്കൊരു 3 സ്റ്റേറ്റ്മെന്റ് ഉറപ്പ് പറയാം. ആയുർരേഖ എവിടെ നിന്ന് തുടങ്ങിയിരിക്കുന്നു, അതെങ്ങോട്ട് പോയിരിക്കുന്നു, അതിന് ബ്രാഞ്ച് ഉണ്ടോ, ആയുർരേഖയിൽ നിന്ന് ഭാഗ്യരേഖ വന്നിട്ടുണ്ടോ, ആയുർരേഖയ്ക്കും ശിരോരേഖയ്ക്കും തമ്മിൽ ബന്ധമുണ്ടോ, ബന്ധമില്ലെങ്കിൽ അത് തമ്മിൽ എത്ര അകലമുണ്ട്, അത് ചെറിയ അകലമാണോ വലിയ അകലമാണോ. അപ്പൊ ആയുർരേഖയെ കുറിച്ച് എന്തായാലും നമുക്കൊരു 3 സ്റ്റേറ്റ്മെന്റ് പറയാം. അത് കഴിഞ്ഞ് ശിരോരേഖ വരുമ്പോൾ ശിരോരേഖയുടെ ആ നീളം, അതിനകത്ത് ഐലൻഡ് ഉണ്ടോ, മുറിവുണ്ടോ, ക്ലാരിറ്റി ഉണ്ടോ, അത് ചന്ദ്രനിലെത്തിയിട്ടുണ്ടോ, അത് ചൊവ്വയിലാണോ എത്തിയത്, കൈയുടെ മധ്യഭാഗം വരെയാണോ എത്തിയത്. ഇത് നോക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരു സ്റ്റേറ്റ്മെന്റ് അയാളെ കുറിച്ച് പറയാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കുന്നത് ഹൃദയരേഖയാണ്. അത് വ്യാഴനിൽ വന്നിട്ടുണ്ടോ, അതോ ശനിയിലാണോ നിൽക്കുന്നത്, അതോ വ്യാഴനും ശനിക്കും ഇടയിലാണോ നിൽക്കുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് ഉറപ്പായി പറയാമല്ലോ. നോക്ക്, ഉറപ്പായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് അതിനുണ്ട്. ഈ 3 ഏതെങ്കിലും ഒരാളുണ്ടാവും. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ 5 ആയി. ഭാഗ്യരേഖ മങ്ങിയിട്ടുണ്ടോ, അത് തെളിഞ്ഞാണോ കിടക്കുന്നത്, അത് ചന്ദ്രനിൽ നിന്നാണോ പുറപ്പെട്ടിട്ടുള്ളത്, അത് ആയുർരേഖയിൽ നിന്നാണോ പുറപ്പെട്ടിട്ടുള്ളത്, അത് കൈയുടെ മധ്യഭാഗത്തു നിന്നാണോ പുറപ്പെട്ടിട്ടുള്ളത്, അത് ഏത് വരെ വന്നിട്ടുണ്ട്, ഹൃദയരേഖ വരെ വന്നിട്ടുണ്ടോ, അല്ല ശിരോരേഖ വരെ വന്നിട്ടുണ്ടോ, അതോ ശനി വരെ എത്തിയിട്ടുണ്ടോ, ഇതിനകത്ത് മുറിഞ്ഞിട്ടുണ്ടോ. ഇത്രയും പറയുമ്പോൾ 3 സ്റ്റേറ്റ്മെന്റ് ഉറപ്പായിട്ടുണ്ട്. അപ്പൊ 8 സ്റ്റേറ്റ്മെന്റ് ആയി, ഉറപ്പായിട്ട് 8 സ്റ്റേറ്റ്മെന്റ് ആയി. പിന്നെ വരുന്ന തായ്വിരൽ. ആ തായ്വിരലിന്റെ സ്ട്രെങ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം, 9 ആയി. ഐലൻഡ് നോക്കി മധ്യരേഖകൾ നോക്കിയാൽ രണ്ടും കൂടി ചേർത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം, 10. പിന്നെ വിരലിന്റെ നീളം വെച്ചിട്ട് ഒന്നുമില്ലെങ്കിലും ചൂണ്ടുവിരലിന്റെയും മധ്യവിരലിന്റെയും അതിന്റെ അടുത്ത 3 വിരലിന്റെയും നീളം വെച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം, 11 ആയി. വിരലിൽ നിന്നെല്ലാം കൂടി 2 എണ്ണം പറഞ്ഞാൽ മതി. ഒന്നിതും ആ നീളവും കൂടെ വെച്ചിട്ട് 2 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൊ 10ൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ കഴിയും. ഇത്രയും മതി, ഇത്രയേ പറയാവൂ. അല്ലാതെ ഞാൻ പഠിപ്പിച്ചതുപോലെ ആദ്യം തായ് വിരൽ നോക്കി, അത് കഴിഞ്ഞിട്ട് വ്യാഴവിരൽ നോക്കി, ശനി വിരൽ നോക്കി, പിന്നെ അപ്പോളോ വിരൽ നോക്കി, പിന്നെ ബുധവിരൽ നോക്കി, അതെല്ലാം നോക്കിയിട്ട് പറഞ്ഞിട്ട് പിന്നെ വ്യാഴൻ, ശനി, അതിൻ്റെ അടുത്ത് വരുന്ന ആദിത്യൻ, പിന്നെ ബുധൻ, ചൊവ്വ, ചന്ദ്രൻ, ശുക്രൻ, ഈ മണ്ഡലങ്ങളിലെല്ലാം അങ്ങനെയൊന്നും നോക്കി പറയാൻ നിൽക്കരുത്. അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം കൂടി ചേർത്ത് ഒരുമിച്ച് അങ്ങ് പറയുക. അതിനായി ആദ്യത്തെ 5 മിനിറ്റ് നമ്മൾ തന്നെ ഓരോ ലൈനായിട്ട് നോക്കി വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു രൂപം കിട്ടും. ഇന്ന സ്റ്റേറ്റ്മെന്റ് ഇയാൾക്ക് പറയണം. 10 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ നിങ്ങൾ രാജാവാണ്, ഉറപ്പാണ്. പിന്നെ ഗ്രാജുവലി നമുക്ക് എൻ്റെ എണ്ണം കൂട്ടാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് ബേസിക് പ്രിൻസിപ്പിൾ വെച്ച് 10 എണ്ണം പറയാവുന്നതാണ്. നമ്മൾ ഓരോ രേഖയുടെയും പിന്നീടുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് വീണ്ടും കൂടുതൽ പറയാം. നമ്മൾ ചില രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആദ്യം ഒരു നോട്ട്ബുക്കിൽ ഇനി വായിക്കുമ്പോൾ ഈ രോഗലക്ഷണങ്ങൾ പ്രത്യേകം ഒരു പേപ്പറിൽ എഴുതി മാറ്റി വെക്കുക. രോഗലക്ഷണങ്ങൾ പ്രത്യേകിച്ച് എഴുതി മാറ്റി വെക്കുക. ഇപ്പൊ ഡയബറ്റിക് ഉള്ള ഒരാളെ കണ്ടു, നിങ്ങൾക്കറിയാം
ഡയബറ്റിക്കിന്റെ ലക്ഷണം നോക്കിയിട്ട് അയാളെ കൈ പിടിച്ച് നോക്കുക. കിഡ്നി പ്രോബ്ലം ഉള്ള ഒരാളെ പരിചയത്തിലുണ്ട്, കിഡ്നി പ്രോബ്ലത്തിന്റെ നമ്മളെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്, നോക്കുക. കാർഡിയാക് പ്രോബ്ലം ഉള്ള ആളിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, കൊളസ്ട്രോൾ ഉള്ള ആളിനെ നമുക്ക് പരിചയത്തിലുണ്ട്, വാദമുള്ള ആളിനെ നമുക്ക് പരിചയത്തിലുണ്ട്. അപ്പൊ ഈ രോഗങ്ങൾ നമ്മൾ പ്രത്യേകം എഴുതി വെക്കണം. എന്നിട്ട് ആ ഒരു 2 സ്റ്റേറ്റ്മെന്റിൽ 3 സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് നേരെ ചെന്നിട്ട് അയാളെ നോക്കുക. നമുക്ക് ഉറപ്പിക്കാം അപ്പൊ ഇങ്ങനെയാ അതിരിക്കുക. അപ്പൊ കഴിയുമെങ്കിൽ 1 or 2 രോഗലക്ഷണം കൂടെ പറയാൻ ശ്രമിച്ചാൽ നമ്മൾ ഒരു പാമിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ വിജയിച്ചു. പിന്നെ നിങ്ങൾ എത്രമാത്രം കൂടുതൽ പഠിക്കുമോ അത്രയും കൂടുതൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. അറിയുക, ഞാൻ നിങ്ങൾക്ക് ചിത്രം വരച്ച് പറഞ്ഞു തന്ന ഒരു കൈയും നിങ്ങൾ ഈ ലോകത്തൊരിടത്തും കാണാൻ പോകുന്നില്ല. നമ്മൾ നോട്ട്ബുക്കിൽ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ ഇനി വാങ്ങാൻ പോകുന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു കൈയും ഒരു രേഖയും ഈ ലോകത്തുള്ള ഒരാളിന്റെ കയ്യിലും കാണില്ല. പക്ഷേ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലാതെ ഒന്ന് ഒരാളുടെ കയ്യിലും കാണുകയും ഇല്ല. പറഞ്ഞു മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചതുപോലെ ആയിരിക്കില്ല കയ്യിൽ കാണുന്നത്, അത്രയേ ഉള്ളൂ. പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് പോലെ അല്ല കയ്യിൽ കാണുന്നത്. അതിന് ലേശം ഡിഫറൻസ് ഉണ്ടാവും. നീളം കൂടിയ ഭാഗ്യരേഖയിൽ കാണുന്ന ചില വ്യത്യാസം നമ്മുടെ ചിത്രം കണ്ടൊരു ഓർമ്മയിൽ നമ്മൾ നീളം കൂടിയ ഭാഗ്യരേഖയിലാണ് അത് കാണാൻ ശ്രമിക്കുക. ആ നീളം കുറഞ്ഞ ഭാഗ്യരേഖയിലും വ്യത്യാസം വരാം. പറഞ്ഞത് മനസ്സിലായല്ലോ? നമ്മൾ പുസ്തകത്തിലെ പിക്ചറിൽ ഒരു നീളം കൂടിയ ഭാഗ്യരേഖയിൽ ഒരു ഫലം പറഞ്ഞു പോവുകയാണ്, ഒരു അടയാളം കിടന്നതിന്റെ ഫലം. നമ്മൾ പിന്നെ കയ്യിൽ നോക്കുന്ന ആ നീളം കൂടിയ ഭാഗ്യരേഖയിൽ ഈ അടയാളം ഉണ്ടോ എന്നാണ്. അത് മാറ്റുക. ഭാഗ്യരേഖയിൽ അടയാളം ഉണ്ടോ എന്നേ നോക്കുകയുള്ളൂ. അതിന്റെ നീളം അവിടെ പ്രസക്തമല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി കയ്യിൽ കാണില്ല. പക്ഷെ കയ്യിൽ കാണുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ പുസ്തകത്തിലുള്ളതാണ്. അത് തിരിച്ചറിയുവാൻ പഠിക്കുക. അത് അല്പം സമയമെടുക്കും. അത് തിരിച്ചറിയുക, കൈ കണ്ട് ഇതാണത് എന്ന് തിരിച്ചറിയുക. അതിന് കുറേ മെനക്കെടേണ്ടി വരും. കുറെ സുഹൃത്തുക്കളുടെ കൈ നമ്മൾ നോക്കേണ്ടി വരും. ആ കൈകൾ നോക്കിയിട്ട്, കാരണം നമുക്ക് ഫലം അറിയാം. ഇപ്പൊ ആക്സിഡന്റ് ആയി കിടക്കുന്ന ഒരാൾ, കൈകാലം ഒടിഞ്ഞു കിടക്കുന്ന ഒരാൾ, സർജറി കിടക്കുന്ന ഒരാൾ, അവന്റെ കൈ പിടിച്ച് നോക്കണം. അവരുടെ തലയ്ക്ക് മുറിവ് പറ്റി, നമ്മൾ പഠിച്ചതായിട്ട് ബന്ധമുണ്ടോ, അവയവത്തിന് അംഗഭംഗം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒടിവ് ചതു വന്നിട്ടുണ്ട്, പഠിച്ചതായിട്ട് എവിടെയെങ്കിലും ബന്ധമുണ്ടോ, അങ്ങനെ ആ ഒരു രീതി അത് വേണം. അത്രയും ഒരു മെനക്ക്. അതൊക്കെ ഞാൻ ഇത് പറയുന്നതൊന്നും ഞാൻ ചെയ്യാത്ത കാര്യങ്ങളല്ല. ഞങ്ങൾ അങ്ങനെയാണ് ഇത് പഠിച്ചെടുത്തത്. ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം ഉണ്ടായിരുന്നവരും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഒരു കാർഡിയാക് പേഷ്യന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വീട്ടിലെത്തുകയാണ്. ചിലപ്പോൾ 2-3 ദിവസം പോകേണ്ടി വരും. ആ ദിവസം ചെന്നിട്ട് കൈ ഇങ്ങോട്ടിടന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റുമോ? അവന്റെ രോഗമൊക്കെ ചോദിച്ച്, ക്ഷേമമൊക്കെ ചോദിച്ച്, മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ പോകുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടെ ചെല്ലുന്നു, ക്ഷേമം നോക്കുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുറച്ചോർത്തോടെ പറഞ്ഞിട്ട് പോകുന്നു. പിന്നെ ഒരു ദിവസം ചെന്നിട്ട് നിന്റെ കൈ കിടന്ന് നോക്കട്ടെ. അപ്പൊ ഒരു 3-4 ദിവസം ചെല്ലുമ്പോൾ നമ്മൾ ഫെമിലിയർ ആയി. അപ്പോഴും നിന്റെ കൈ കിടന്ന് ഞാൻ നോക്കട്ടെ. നോക്കിയാൽ ഒന്നും കിട്ടുന്നതിൽ പെട്ടെന്ന് മൊബൈൽ, ഇപ്പൊ കയ്യിൽ, ഇപ്പൊ ഞങ്ങളുടെ കാലത്ത് മൊബൈൽ ഇല്ല, നിങ്ങളിൽ മൊബൈലുണ്ട്, പെട്ടെന്ന് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവച്ച് നോക്കുക. ഒരു 3-4 ഫോട്ടോ 3-4 രൂപത്തിലെടുക്കുക, വീട്ടിൽ കൊണ്ടുവച്ച് നോക്കുക. ഈ വിധത്തിൽ മാത്രമേ നമുക്ക് ഇത് പഠിക്കാൻ പറ്റും. ചിലരൊക്കെ പറയാറുണ്ട്, ചില ഇന്റർവ്യൂലൊക്കെ ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മെഡിക്കൽ കോളേജിൽ കയറി ഇറങ്ങി രോഗികളെ പരിശോധിച്ചു. ഇതൊക്കെ വെറുതെ. അങ്ങനെ ഒരു ഹോസ്പിറ്റലിലും കയറി കൈ നോക്കാനൊന്നും ആരും അനുവദിക്കില്ല. ഇതൊക്കെ വെറുതെ. പക്ഷേ എനിക്ക് എന്റെ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നേറ്റങ്കര നിംസിൽ നിന്ന് ഫോട്ടോസ് ഡോക്ടർ എടുത്ത് തരികയാണ് ചെയ്തത്. എന്നെ അതിനകത്ത് കേട്ടില്ല. ഡോക്ടർ അദ്ദേഹത്തിന്റെ തൊട്ട് താഴെയുള്ള ഒരു അസിസ്റ്റന്റിനെ കൊണ്ട് ക്യാമറയിൽ ഈ പേഷ്യൻസിന്റെയും മുഖവും കൈയുടെ ചിത്രവും എടുത്തു തരികയാണ് ചെയ്തത്. അല്ല, നമുക്ക് പേഷ്യന്റിന്റെ വാർഡിൽ ചെന്ന് കൈയൊക്കെ പിടിച്ചു നോക്കി ഫോട്ടോ എടുക്കാനൊന്നും അവർ അനുവദിക്കില്ല. അങ്ങനെയൊക്കെ ചിലർ പറയാറുണ്ട്, ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി ഓരോരോ രോഗികളായിട്ട് പരിശോധിച്ചാണ്
നിഗമനങ്ങളിലൊക്കെ എത്തിയതെന്നൊക്കെ അതൊക്കെ അതിശയോക്തിയുള്ള ചുമ്മാ കഥകളാണ്. എനിക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കിട്ടിയത് എനിക്ക് ഏറ്റവും നല്ല പരിചയമുള്ള ആ ഡോക്ടർ ആയതുകൊണ്ടും എന്റെ പ്രോജക്റ്റിനോട് താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ, വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ചെയ്തൊരു കാര്യമായിരുന്നു. അദ്ദേഹത്തിന് അസിസ്റ്റന്റിനെ വിട്ട ഫോട്ടോ എത്ര എടുത്തു തരികയായിരുന്നു. ക്യാമറ ഞാൻ കൊണ്ടുകൊടുത്തു, ഡീറ്റെയിൽസ് അദ്ദേഹം അവിടെ എഴുതി തരികയാണ് ചെയ്തത് വിത്ത് ദ പെർമിഷൻ ഓഫ് മാനേജ്മെന്റ്. അത് മാനേജ്മെന്റ് പെർമിഷൻ കൂടി വാങ്ങിയിട്ടാണ് അത് ചെയ്തത്. രോഗികളുടെ പറഞ്ഞിട്ടാ ഇതൊരു പഠനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഫോട്ടോ ഞങ്ങൾ എടുക്കുകയാണ് എന്ന് അവർ തന്നെ പറയുന്നത്. അപ്പൊ ഡോക്ടറുടെയുള്ള സഹായമാകുമ്പോൾ അവർക്ക് പിന്നെ എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷെ അത് എടുത്ത് ഞാൻ വാങ്ങിക്കൊണ്ടിരിക്കെ പോരും. ഓക്കെ, ഇതാണ് നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു ഇത്. കോൺഫിഡൻസ് ഉണ്ടാക്കുക, വായിക്കുക, കഴിയില്ല എന്നുള്ള ചിത്രത്തിലേക്ക് പോകാതിരിക്കുക. പിന്നെ കഴിയുമെങ്കിൽ നമ്മുടെ വീട്ടിൽ അകത്തുള്ള ഒരാളുടെയും കൈ നോക്കാതിരിക്കുക. നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ വീട്ടിലെ മക്കൾ അവരെ നമ്മൾ തന്നെ നോക്കാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ നിങ്ങൾ അവരെ നോക്കിക്കോ. കഴിയുമെങ്കിൽ അടുത്ത ബന്ധുക്കളുടെ കൈകൾ നോക്കാതിരിക്കും. കാരണം നമുക്ക് അവരെ കുറിച്ച് എല്ലാം അറിയാം. പിന്നെ നമ്മൾ അവരെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞാൽ അവരതങ്ങോട്ട് ഉൾക്കൊള്ളണം എന്നില്ല. ഇതൊക്കെ നിനക്കറിയാന്നുള്ള കാര്യമല്ലേ, പുതിയത് വല്ലതും ഉണ്ടെങ്കിൽ പറ എന്നായിരിക്കും അവരടുത്ത് പറയുക. അതുകൊണ്ട് പരിചയമുള്ളവരുടെ നോക്കാതിരിക്കും. പക്ഷെ ഇപ്പം പരിചയമുള്ളവരെ ഞാൻ നോക്കാൻ പറയുന്നത് അവരുടെ ക്യാരക്ടർ നിങ്ങൾക്കറിയാം. ആ ക്യാരക്ടർ കയ്യിൽ എത്രമാത്രം പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാൻ ഇപ്പോൾ അത് ചെയ്യാം. പക്ഷെ നിങ്ങളൊരു പാം റീഡ് ചെയ്യുന്ന ആൾ, ഒരു നന്നായി പാം റീഡ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ എന്ന പേര് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിയുമെങ്കിൽ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒഴിവാക്കുന്നതാണ് നന്ന്. കാരണം നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെന്റിന് അവരൊരു അംഗീകാരം തരില്ല. ഇത്രയാണ് ഒരു കൈ നോട്ടം പഠിക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. പറഞ്ഞു തീർന്നാൽ അവർ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനകത്ത് നിന്ന് മറുപടി പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പറയണം. പ്രത്യേകിച്ച് ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചും പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കാം, ഞാൻ എൻ്റെ ഗുരുവിന്റെ വീട്ടിൽ ഒരു വൈകുന്നേരത്തെ ഒരു 6 മണിയോട് അടുപ്പിച്ച സമയത്ത് ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പൊ എൻ്റെ നാട്ടിൽ എനിക്ക് അറിയാവുന്നുള്ള, ഞാൻ കണ്ടിട്ടുള്ള ഒരാൾ സാറിന്റെ അടുത്ത് വന്നു. അയാള് കൈയൊക്കെ നോക്കിയിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു എൻ്റെ ഭാര്യയെ കുറിച്ച് പറയണം. സാറ് പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അയാൾ സാറിനെ പ്രൊവോക്കേറ്റ് ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം പ്രൊവോക്കേറ്റ് ചെയ്തു. എല്ലാം പറയാമെങ്കിൽ പിന്നെ താങ്കൾക്ക് എന്താ അത് പറയാൻ പറ്റാത്തത് എന്ന് പറഞ്ഞിട്ടൊക്കെ സാറിനെ അങ്ങ് പ്രൊവോക്കേറ്റ് ചെയ്യായിരുന്നു. സാർ അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളൊന്നുമല്ല. ഒടുവിൽ സാർ പറഞ്ഞു നിന്റെ ഭാര്യ ചപ്പട്ടയാണ്. വാക്ക് ഉപയോഗിച്ച് അങ്ങനെ ചപ്പട്ട, നിന്റെ ഭാര്യ ചപ്പട്ടയാണെന്നുള്ളത്. അയാൾ അവിടെ നിന്ന് എണീറ്റ് ഓടിയ സ്ഥലത്തിന് എപ്പോഴും പിന്നെ അയാൾ അവിടെ നിന്ന് പോയെന്ന് എനിക്ക് പോലും അറിയില്ല. വെറുതെ സാറിനെ പ്രൊവോക്കേറ്റ്. ഞാൻ പിന്നീട് ചോദിച്ചു എന്തിനാ സാർ അതങ്ങനെ പറയും? എടാ അതാണ് ഞാൻ പറഞ്ഞ എനിക്കും അറിയാം, അതാണെന്ന് എനിക്കും അറിയാം. അവരെ എൻ്റെ അപ്പൊ ഞാൻ പറഞ്ഞത് ഇദ്ദേഹം എനിക്കറിയാം, എൻ്റെ നാട്ടിലുള്ള ആളാണ്, ഈ പറഞ്ഞത് ശരിയുമാണ്. പിന്നെ സാറെന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ പറയാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചില്ലേ, അവൻ എന്നെ പ്രൊവോക്കേറ്റ് ചെയ്ത ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു എന്നാലും പറയരുതായിരുന്നു. ഒരു നിവൃത്തിയില്ല, അവനോട് അത് പറഞ്ഞില്ലെങ്കിൽ അവൻ വന്നതിന് വേറെ എന്തെങ്കിലും ഉദ്ദേശം കാണും. പറയണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞു, അവൻ കേട്ടപ്പോൾ അവന് തൃപ്തിയായല്ലോ. അപ്പൊ അതാണ് ആ ഒരു അപ്രിയ സത്യം. അയാൾ പ്രൊവോക്കേറ്റ് ചെയ്താണ്. നമ്മൾ ഇതുപോലെ ആൾക്കാർ പ്രൊവോക്കേറ്റ് ചെയ്യും. അതിൽ വീണ് പോകരുത്. ചിലർ കൈ നോക്കിയാൽ സന്താനഭാവം കാണില്ല. ഒറ്റവാക്കിൽ മറുപടി പറയാം, സന്താനത്തെ കൊണ്ട് നിങ്ങൾക്ക് ഗുണമൊന്നും ഉണ്ടാവില്ല. വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. കൈ നോക്കുമ്പോൾ അയാൾക്ക് ഒരു 10, 30, 35 വയസ്സായിരിക്കാം, അല്ലെങ്കിൽ 40 വയസ്സായിരിക്കാം. 60, 70 വയസ്സ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ മറുപടി പറഞ്ഞത്. സന്താനത്തെ കൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാകില്ല. നിങ്ങൾ പറഞ്ഞ മറ്റു സ്റ്റേറ്റ്മെന്റുകളെല്ലാം ശരിയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരി എന്ന് അയാൾ വിശ്വസിക്കും. അന്നു മുതൽ അയാളുടെ മനസ്സ് നീറാനും തുടങ്ങും. മക്കളോട് അയാൾക്കൊട്ട്
താല്പര്യവും വരില്ല, ഒരു ദേഷ്യ മനോഭാവം വരും. ഇവരാരും എന്നെ സംരക്ഷിക്കില്ല. അത് ആർക്കായാലും ഉണ്ടാവുമല്ലോ. മനസ്സുകൊണ്ട് വേദനിക്കുകയും ചെയ്യും. അതുകൊണ്ട് പറയേണ്ടത് തിരിച്ചാണ്. മക്കളെ കൊണ്ടുള്ള ഗുണമൊന്നും നിങ്ങൾ ആഗ്രഹിക്കില്ല കേട്ടോ. അവരൊക്കെ അവരൊക്കെ വലിയ ആളൊക്കെ ആവുമ്പോഴും അവരുടെ നേട്ടങ്ങളും അവരുടെ ഔദാര്യങ്ങളും വാങ്ങാൻ നിങ്ങൾ താല്പര്യം കാണിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള താല്പര്യമാണ് നിങ്ങൾക്കുള്ളത് എന്നങ്ങ് പറയാം. അപ്പൊ അയാൾക്കൊരു സ്വയം ബോധം, ഒരു അഭിമാന ബോധം വരും. ഞാനൊരു വലിയ കക്ഷിയാണ്, മക്കളെ ഒന്നും ഔദാര്യം എനിക്ക് വാങ്ങേണ്ടി വരില്ല, ഞാൻ അവരെക്കാളൊക്കെ മുകളിലാണ്. ആ ഒരു കോൺഫിഡൻസിൽ അയാളങ്ങ് ജീവിച്ചോളും. പിന്നെ വാർദ്ധക്യമാകുമ്പോൾ യാഥാർത്ഥ്യമായിട്ട് അയാളങ്ങ് പൊരുത്തപ്പെട്ടോളും. അപ്പോഴാണല്ലോ. പക്ഷെ ഇപ്പോഴേ അയാൾ ദുഃഖിക്കാൻ ഇടവരരുത്. 2, ഈ സന്താനങ്ങളില് മുറിഞ്ഞു പോവുക. സന്താന രേഖ മുറിഞ്ഞു പോയാൽ സന്താന നഷ്ടം സംഭവിക്കും. അപ്പൊ അവരോട് പറയേണ്ടത് സന്താനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. എനിക്ക് കൂടുതൽ പറയാൻ അറിയില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, ക്ഷേത്രത്തിൽ വരും, സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ പറയാവൂ. അല്ലെ സന്താനത്തിന് ദോഷം സംഭവിക്കുമെന്ന് പറയരുത്. അത് പറയുന്നത് പിന്നീട് ഒരു പക്ഷെ അവർക്ക് ദോഷം സംഭവിച്ചാൽ അപ്പൊ അവര് പറയും, ഇതാണോ താങ്കൾ പണ്ട് പറഞ്ഞത്, ഒന്ന് സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞ് അതെന്താ വ്യക്തമായിട്ട് പറയാം. അതെങ്ങനെ വ്യക്തമായിട്ട് പറയാൻ? വ്യക്തമായിട്ട് പറയാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞങ്ങ് ഒഴിയുകയും ചെയ്യുക. അപ്പൊ ഈ സന്താനത്തെ കുറിച്ച്, പിന്നെ അതുപോലെ എണ്ണം, കുഞ്ഞുങ്ങളുടെ എണ്ണം, അതൊരു വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന കാര്യം. ഞാൻ പഠിപ്പിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. ഒരിക്കലും എത്ര കുട്ടികളുണ്ട് എന്നല്ല പറയേണ്ടത്, എത്ര സന്താനത്തെ കൊണ്ടുള്ള ഗുണം കിട്ടും എന്നാണ് പറയേണ്ടത്. അപ്പൊ 5 or 6 സന്താനമൊക്കെ ഉള്ളവര് കയ്യിൽ ചിലപ്പം ഒരു സന്താന രേഖയായിരിക്കും കാണുന്നത്. നമ്മൾ കൈ പിടിച്ച് വെച്ച് നിങ്ങൾക്ക് ഒരു സന്താനത്തിന്റെ ഭാഗ്യമേ ഉള്ളൂ എന്ന് പറഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അയാൾ എന്താ ആലോചിക്കും? എടാ എനിക്കൊരു സന്താന ഭാഗ്യമുള്ളൂ, ഇയാൾ പറഞ്ഞ എല്ലാം ശരിയാണ്, അപ്പൊ സന്താനം ഒന്നേ ഉള്ളൂ, എനിക്ക് യഥാർത്ഥത്തിൽ 3 മക്കളുണ്ട്, അവ 2 മക്കളെ എന്റേതല്ല എന്നൊരു നിലപാടിലേക്ക് അവർ പെട്ടെന്ന് എത്തിപ്പെട്ടു. കാരണം നിങ്ങൾ പറഞ്ഞ മറ്റു സ്റ്റേറ്റ്മെന്റുകളെല്ലാം ശരിയാണ്. മറ്റു സ്റ്റേറ്റ്മെന്റുകളെല്ലാം ശരിയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായില്ലേ പറ്റൂ. അതുകൊണ്ട് സന്താനങ്ങളുടെ എണ്ണം പറയില്ല, എത്ര സന്താനത്തെ കൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടും എന്ന് ഞാൻ പറയാം എന്നേ പറയാവൂ. അപ്പോഴടുത്ത ചോദ്യം വരും, അത് ഏത് സന്താനമാണെന്ന് കേൾക്കും, അത് അറിയണ്ട എന്നും പറയാം. ഒരു സോടം ചോദിക്കും, അത് ഏത് സന്താനത്തെ കൊണ്ടാണ്, മൂത്തതാണോ ഇളയതാണോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ പറയാൻ നിൽക്കരുത്, അത് അറിയണ്ട എന്ന് തന്നെ പറയാം. ചില ഭാര്യ പഠിപ്പിച്ചു ഭാര്യയുടെ കയ്യിൽ ഒരു സന്താന ഭാഗ്യവും ഭർത്താവിന്റെ കയ്യിൽ 2 സന്താനത്തെ ഭാഗ്യവും ഉണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഭാര്യയുടെ കൈ നോക്കിയിട്ട് പറയും നിങ്ങൾക്ക് ഒരു സന്താനമുണ്ട്, ഭർത്താവിന്റെ കൈ നോക്കിയിട്ട് പറയും 2 സന്താനമുണ്ട്. അപ്പൊ ഭാര്യ വീട്ടിൽ ചിലവും ചോദിക്കില്ലേ, രണ്ടാമത്തെ കുഞ്ഞ് എവിടെയാടാ എന്ന് ഇല്ലേ? ഉറപ്പായിട്ട് ചോദിക്കും. അവർക്ക് വല്ല സംശയമോ രോഗം വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ തല്ലിന് അത് മാത്രം മതി കാരണം, വേറെ ഒരു കാരണവും വേണ്ട. അവിടെ പറയേണ്ടത് നിങ്ങൾക്ക് 2 സന്താനത്തെ കൊണ്ടുള്ള സുഖം, അത് നിങ്ങളുടെ യഥാർത്ഥ സന്താനം തന്നെ ആവണമെന്നില്ല. മറ്റൊരാൾ നിങ്ങളെ അച്ഛന്റെ സ്ഥാനത്ത് കണ്ടാലും മതി. നിങ്ങൾ വിദേശികളുടെ കൈപിടിച്ച് നോക്കിയാൽ ഒരു പകുതിയിലധികം വിദേശികളും വിവാഹം കഴിഞ്ഞിട്ടുള്ളവരോ അല്ലെങ്കിൽ അവർ മിക്കവാറും ലിവിങ് ടുഗദർ ഒക്കെ ആയിരിക്കും. കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്നവരാണ് അവർ കൂടുതലും. അഡോപ്റ്റ് ചെയ്യുന്നവരാണ്. അവരും ചോദിക്കാറുണ്ട് ഈ ചോദ്യം. അപ്പൊ അവരോട് പറയുന്നത് ഒരു സന്താനത്തെ കൊണ്ട് ഗുണമുണ്ട്. അപ്പോഴും പറയും നോട്ട് മാരീഡ് എന്ന് ചിലർ പറയാറുണ്ട്, ചിലർ പറയാറുണ്ട് നോ ചിൽഡ്രൻ. അവരോട് ഉറപ്പ് പറയുക, വാർദ്ധക്യത്തിൽ നിങ്ങളെ സംരക്ഷിക്കാൻ ഒരാളുണ്ടാകും. അപ്പൊ അവർ പറയും ഐ ഹാവ് എൻ ഐഡിയ ടു അഡോപ്റ്റ് സംവൺ എന്ന് പെട്ടെന്ന് പറയും. ഐ തിങ്ക് അബൌട്ട് ദാറ്റ്, ടു അഡോപ്റ്റ് സംവൺ. അപ്പൊ ഈ അഡോപ്റ്റ് ചെയ്ത ആള് ഇവരുടെ വാർദ്ധക്യകാലത്തിൽ ഇവരെ മകന്റെയോ അല്ലെങ്കിൽ മകളുടെ സ്ഥാനത്ത് നിന്ന് സംരക്ഷിക്കും. അത് പറയണം അവരോട്. നമ്മൾ ഇവിടെ ഇപ്പൊ ആ ഒരു വിഷയം ഇല്ലാത്തതാണ്, പക്ഷെ വിദേശികളുടെ കയ്യിൽ ഈ ഒരു വിഷയം ഭയങ്കരമായിട്ട് ഉള്ളതുമാണ്. അവര് നിങ്ങളുടെ കൈ കാണിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം ചോദിക്കുന്നത് അവരുടെ റിലേഷൻഷിപ്പ് എത്രമാത്രം സ്ട്രോങ് ആണ് എന്നാണ് ചോദിക്കുക.
റിലേഷൻഷിപ്പ് എത്രമാത്രം സ്ട്രോങ് ആണ്. അവർക്ക് ഏറ്റവും ഉത്കണ്ഠയുള്ള കാര്യമാണ് അവർ ലിവിങ് ടുഗദർ ആയിരിക്കുന്ന അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കുന്ന ആൾ അവരോടൊപ്പം എത്ര കാലം ഉണ്ടാവും എന്നൊക്കെയാണ് ചോദിക്കുക. അവിടെയൊക്കെ സ്കിപ്പ് ചെയ്യുക. കാരണം അവരുടെ ഒരു കൾച്ചർ അനുസരിച്ച് പറയാൻ ലേശം അനുഭവജ്ഞാനം കൂടുതൽ വേണം, അപ്പോഴേ പറയാൻ പറ്റൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഓർമ്മിക്കുക, പഠിപ്പിച്ച രീതിയിൽ പറയാൻ നിൽക്കരുത്. ഒന്ന്, നമ്മൾ പഠിക്കുന്ന എപ്പോഴും നമുക്ക് ഓർഡറിലേ പഠിക്കാൻ പറ്റൂ. പഠിക്കാൻ ഓർഡറിലേ പറ്റൂ. പക്ഷേ ഫലം പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വിരലുകളെല്ലാം കൂടി നോക്കും. വിരലിൽ നിന്ന് എത്ര പോയിന്റ് പറയാം മനസ്സിൽ കൂട്ടണം. ഇത്ര പോയിന്റ് പറയാം. മണ്ഡലം നോക്കുമ്പോൾ ഇത്ര പോയിന്റ് പറയാം. ആയുർരേഖ നോക്കുമ്പോൾ ഈ പോയിന്റ് പറയാം. ഹൃദയരേഖ ഈ പോയിന്റ്, ശിരോരേഖ ഈ പോയിന്റ്, ഭാഗ്യരേഖ ഈ പോയിന്റ്, അപ്പോളോ ലൈൻ ഉണ്ടെങ്കിൽ അത്. ഇത്രയും കൂടി എടുത്തു കഴിഞ്ഞാൽ അത്രയും പോയിന്റിനെ ഇത് പറഞ്ഞു നിങ്ങൾ കണ്ണിൽ കണ്ടത് അത്രയും എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അതായിരിക്കണം രീതി. അല്ലാതെ പഠിച്ച രീതിയിൽ പ്രയോഗിക്കാൻ നിൽക്കരുത്, പാളിപ്പോകും. തായ് വിരൽ നോക്കി തായ് വിരലിന്റെ ഫലം, ചൂണ്ടുവിരൽ നോക്കി ചൂണ്ടുവിരലിന്റെ ഫലം, അങ്ങനെയൊന്നും വേണ്ട. ഇത്രയുമാണ്. എപ്പോഴെങ്കിലും സംശയം ഉണ്ടായാൽ നിങ്ങൾക്ക് എന്നെ അത്യാവശ്യ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ കഴിയും. ലാൽ മാഷിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നിലേക്ക് എത്താൻ പറ്റും. അതിനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. എപ്പോഴെങ്കിലും നമുക്ക് ഒരുമിച്ച് ഒന്ന് കാണാൻ കഴിയുമെങ്കിൽ, ട്രിവാൻഡ്രത്ത് കാണാൻ കഴിയുമെങ്കിൽ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ കളക്ട് ചെയ്യുന്ന സമയത്ത് അത് ഫംഗ്ഷൻ വെച്ചായിരിക്കും മിക്കവാറും അദ്ദേഹം തരാൻ സാധ്യതയുള്ളത്. അപ്പൊ ആ ഫംഗ്ഷൻ വെച്ചിട്ട് ഫംഗ്ഷൻ തരുമ്പോൾ നമുക്ക് ഒരുമിച്ച് കാണാം. നമുക്ക് അന്ന് നേരിൽ പരിചയപ്പെടുകയും ചെയ്യാം. മറ്റെന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? സാറേ, പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ എല്ലാവരും ഇപ്പൊ ഉള്ളവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട അവരുടെ ക്ലാസ്സിന് തീർച്ചയായിട്ടും പിന്നെ ലാൽ മാഷി തന്നെ അത് ലീഡ് ചെയ്തോളൂ. ഞാൻ കേൾക്കാം, ഞാൻ കേൾവിക്കാരനായിരിക്കാം. നമ്മള് എല്ലാവരും ഒന്ന് അവർ പിന്നെ വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് സ്വയം ഒന്ന് പരിചയപ്പെടുത്തുക. എന്താ ചെയ്യുന്ന ജോലി എന്താണ്, എന്തൊക്കെ പിന്നെ നിങ്ങളുടെ ഈ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്താണ്, ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എല്ലാം ഒന്ന് പറഞ്ഞാൽ വളരെ നന്നായിരിക്കും. ശ്രീകണ്ഠൻ സാറ് തന്നെ തുടങ്ങിക്കോളൂ. വ്യക്തതയില്ല. ഇപ്പൊ കേൾക്കാം. നമസ്കാരം. പഠിക്കാൻ പറ്റിയത് ഒരു വളരെ നല്ലൊരു കാര്യമായിട്ട്, നല്ലൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. കാരണം എന്ന് പറഞ്ഞാല് കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. സാറിന്റെ കീഴിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമവും നടത്തിയിരുന്നു. പക്ഷേ പോയി. ഇപ്പോ സാറിന്റെ കീഴിൽ പഠിക്കാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ കാര്യം. രണ്ടാമത് ഒരു ഭാഗ്യമായി കണക്കാക്കുന്നത് ഒരേ രണ്ട് ശിഷ്യന്മാരിൽ നിന്ന് പഠിക്കാൻ സാധിച്ചു എന്നുള്ളത്. ഒന്ന് സാറിന്റെ കയ്യിൽ നിന്ന് പഠിക്കാൻ സാധിച്ചു, രണ്ട് സതീഷ് സാറിന്റെ കയ്യിൽ നിന്ന് പഠിക്കാൻ സാധിച്ചു. പേരാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ മാറ്റിയിട്ട് പറയാം. ഒരു സെക്കൻഡ് സാറേ. കേൾക്കാമോ? ഹലോ, കേൾക്കാം. ഇപ്പൊ പറഞ്ഞോളൂ. കേൾക്കാം. സാറേ, അതായത് സാറിന്റെ കീഴിൽ പഠിക്കാൻ പറ്റിയത് ഒരു വലിയ അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു. കാരണം ഞാൻ മുമ്പ് സാറിന്റെ കീഴിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയിരുന്നു. വളരെ മുമ്പ് തന്നെ ഞാൻ സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അത് ചെയ്യാൻ പറ്റാതെ പോയി. നിർഭാഗ്യവശാല് സാറിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ പോയി. പക്ഷെ ഇപ്പോ ഞാനത് മനസ്സിലാക്കുന്നത് ഒരു മഹാത്മാവായ ഗുരുവിന്റെ രണ്ട് ശിഷ്യന്മാരിൽ നിന്നും പഠിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒന്ന് സാറിന്റെ കീഴിൽ നിന്ന് പഠിക്കാൻ സാധിച്ചു, രണ്ട് കാട്ടാക്കട സതീഷ് സാറിന്റെ കയ്യിൽ നിന്ന് പഠിക്കാൻ സാധിച്ചു. അതെ. അപ്പോ അതൊരു വലിയൊരു കാര്യമാണ്. പിന്നെ ക്ലാസ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. വെറുതെ മുഖസ്തുതിയായിട്ട് പറയുന്നതല്ല. കാരണം ഞാൻ നേരത്തെയും വേറെ ഒന്ന് രണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. വളരെ കൃത്യമായ നോട്ട് തന്നിട്ടുണ്ടായിരുന്നു. വളരെ സ്പഷ്ടമായിട്ട്
എഴുതിയെടുക്കാൻ പറ്റുന്ന വിധത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സാറിന്റെ ക്ലാസ് ലെക്ചറിങ്ങും പ്രത്യേകം എഴുതിയെടുത്തിട്ടുണ്ട്, ക്ലാസ് നോട്ടും പ്രത്യേകം എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഒരു സാവകാശം കിട്ടിയിട്ടുണ്ട്. വളരെ നല്ല ക്ലാസ്. സാറേ, നമുക്ക് പ്രാക്ടിക്കലി ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രാവശ്യമെങ്കിലും സാറിന്റെ നേരിട്ടുള്ള ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യണം എന്നുണ്ട്. അത് ലാൽ സാർ അതിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാട് ചെയ്യുമെന്നും കരുതുന്നു. എന്റെ പേര് ശ്രീകണ്ഠൻ നായർ. ഞാൻ ശ്രീവരത്താണ് താമസിക്കുന്നത്. ബേസിക്കലി ഞാനൊരു യോഗ അധ്യാപകനാണ്. ജ്യോതിഷം പഠിക്കുന്നുണ്ട്, ജ്യോതിഷം അത്യാവശ്യം കൈകാര്യം ചെയ്യുന്നുമുണ്ട്. ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ എവിടെ അവസരം കിട്ടിയാലും ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു സാറിന് ഞായറാഴ്ച ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? ശാന്തിഗ്രാമില്. അതെ, ശാന്തിഗ്രാമിൽ. അവരുടെ മെസ്സേജ് ഞാൻ കണ്ടിരുന്നു. ഞാൻ അവരുടെ ഒരു സഹയാത്രികനാണ്. അത് ശരി, അതൊരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ്. അതൊരു കോൺട്രവേഴ്സി ഉണ്ടായത് കൊണ്ടാണ് പിന്നെ ആ പ്രോഗ്രാം അങ്ങനെ വെച്ചത്. അതിനകത്തൊരു പ്രോഗ്രാമിൽ ഒരിക്കൽ ചെന്നിട്ട് വെറുതെ ഒരു ടാക്കിന് വേണ്ടി ഇവിടെ പോയതാണ്. ആ ഒരു ടാക്ക് കഴിഞ്ഞപ്പോ അത് പിന്നെ ഒരു കോൺട്രവേഴ്സിയിലേക്ക് പോയി. അതില് എന്നെ ആയിരുന്നു മോഡറേറ്ററായിട്ട് വെച്ചിരുന്നത്. കോൺട്രവേഴ്സിയിൽ വന്നതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറുകയാണ് ചെയ്തത്. അത് കോൺട്രവേഴ്സിയിലേക്ക് പോയപ്പോ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഞായറാഴ്ച ഒരു ക്ലാസ് ഒരു ഓപ്പൺ ഡിസ്കഷൻ തന്നെ നടത്താം എന്നുള്ളിടത്തേക്ക് എത്തി ഞാൻ. സഞ്ജീവ് മാഷാണ് അതിന്റെ ഒരു ഓർഗനൈസ് ചെയ്തത്. നമ്മളെ മുഖത്ത് നോക്കിയിട്ട് ഇതൊരു സ്യൂഡോ സയൻസ് ആണെന്നോ അല്ലെങ്കിൽ ഒരു ഫ്രോഡ് ആണെന്നൊക്കെ പറഞ്ഞാൽ അതല്ല എന്ന് പറയേണ്ട ബാധ്യത നമുക്കുണ്ടല്ലോ. മനസ്സിലായില്ലേ? അതല്ല, അങ്ങനെ അല്ല എന്ന് പറയേണ്ട ബാധ്യത. അതുകൊണ്ട് തന്നെയാണ് അത് ഞായറാഴ്ച ഒരു ഓപ്പൺ ഡിസ്കഷന് ഞാൻ തയ്യാറായത്. അവിടെ കഴിയുമെങ്കിൽ വരിക, നേരിട്ട് വരിക. താങ്ക് യു. അപ്പം ഞാൻ നിർത്തുന്നു. ബാക്കിയുള്ളവർക്ക് ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുന്നത് നിർത്തുന്നു. സാർ നമസ്കാരം. ലാൽ സാറിനും പ്രത്യേകിച്ച് നമസ്കാരം. ഇതിൽ നമസ്കാരം കൂടുതൽ പറയേണ്ടത് എന്നോടല്ല, ലാൽ മാഷിനോടാ. ലാൽ മാഷ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയതാണ് എനിക്ക് നിങ്ങളെ കാണാനും നിങ്ങൾക്ക് എന്നെ കാണാനും ഒരു അവസരമായത്. അപ്പൊ ഇതിന്റെ യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു കാരണക്കാരൻ എന്ന് പറയുന്നത് ലാൽ മാഷാണ്. അദ്ദേഹത്തിന് ഒരു വിശാല മനസ്സാണ് ഇങ്ങനൊരു കാര്യത്തിന് കാരണമായി തീർന്നത്. അതിന്റെ പുറകിൽ അദ്ദേഹത്തിന് ഒരു അധ്വാനമുണ്ട്, അത് ഭയങ്കര അധ്വാനമുണ്ട്. അപ്പൊ അത് നമുക്ക് ഒരു നന്ദിപൂർവ്വം ഒരു ഓർമ്മയായി സൂക്ഷിക്കണം. ഓക്കെ, ഞങ്ങൾ മറ്റു പല ക്ലാസ്സിൽ നേരിട്ട് കാണാറുണ്ട്. അപ്പൊ ഇനി സാറിന്റെ ക്ലാസ്സും കൂടെ വെച്ചിരുന്നാല് നേരിട്ട് അവിടെ വന്നു തന്നെ നേരിട്ട് കാണാൻ പറ്റും. ശരി, വരിക, ഞായറാഴ്ച വരിക, നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ സാർ. ഓക്കെ, നമസ്കാരം. ഓക്കെ, ഹരി സാറ്, നമ്പൂതിരി സാർ, മൈക്ക് ഒന്ന് ഓൺ ചെയ്തിട്ട് സംസാരിക്കും. മൈക്ക് ഓൺ ചെയ്. പറഞ്ഞോളൂ. നമസ്തേ സാർ. നമസ്തേ. പറയണം. അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ വന്നു പെട്ടു. കുറെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ തുടർന്ന് മുമ്പോട്ട് പോകണമെന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. അതിനനുസരിച്ചുള്ള വഴികൾ എന്താണെന്ന് വെച്ചാൽ നോക്കാം. പിന്നെ എന്നെ സംബന്ധിച്ചുള്ളത് ഇപ്പം അത് ബേസിക് ആയിട്ടേ ഉള്ളൂ. അതിൻ്റെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ ഞാനിപ്പോൾ. കാരണം ഹസ്തരേഖ എന്ന് പറഞ്ഞാൽ കയ്യിൽ വര എന്നുള്ള മലയാളത്തിലുള്ള അർത്ഥം മാത്രമല്ല, അത് ഒന്നും അറിയില്ലാത്ത ഒരവസ്ഥയാണ് എനിക്ക്. ഇപ്പം അതിനൊരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ 10-50 വരകളുള്ളതിൽ ഏതാണ്ട് 5-6 വിലയുണ്ട് എന്നുള്ള ഒരു അവസ്ഥയിൽ വന്നിട്ടുണ്ട്. പിന്നെ അത് ബാക്കിയും കൂടെ മനസ്സിലാക്കി പഠിച്ചെങ്കിലേ അതുകൊണ്ട് കാര്യമുള്ളൂ. പിന്നെ മോഹൻ സാറ് 15 കൊല്ലം 16 കൊല്ലം ഇതിനു വേണ്ടിയിട്ട് മാത്രം പാടുപെട്ട സ്ഥിതിക്ക് ഞാൻ ഈ 6 മാസം കൊണ്ട് ഒന്നും പഠിക്കില്ല എന്നുള്ളത് എനിക്കും അറിയാം. അപ്പം അതുകൊണ്ട് ബാക്കി എങ്ങനെ പഠിക്കേണ്ടതെന്നുള്ള ആലോചനയിൽ ഇരിക്കുന്നത് ഇപ്പോൾ മുതൽ ആ ആലോചനയാണ്. പിന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറായിട്ട് റിട്ടയർ ആയ വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ ജ്യോതിഷം പഠിക്കുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഇതുമുണ്ട്. പിന്നെ വാസ്തു പഠിക്കാനായിട്ട് പോയി, അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെ എല്ലാം അവിയൽ പരുവത്തിലിരിക്കുകയാണ് ഇപ്പോൾ. ഇനി ബാക്കി എന്ത് വേണമെന്നുള്ളത് ഭഗവാൻ തീരുമാനിക്കും എന്നുള്ള തീരുമാനത്തിൽ ഇരിക്കുന്നു. പിന്നെ വല്ലപ്പോഴും അത്യാവശ്യം അവരവരുടെ ആൾ സാറിനെ വിളിച്ച് ചോദിക്കും, സാറേ എന്താ വേണ്ടതെന്ന് ചോദിക്കും. സാർ അടുത്ത വഴി എന്തോന്ന് പറയും. ശരി ഞാൻ അതിൽ ചേരാമെന്ന് പറയും. അങ്ങനെ ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എവിടെ താമസിക്കുക? ചവറ, കൊല്ലം. ഓക്കെ സാറേ. ഇനി മോഹൻ സാറിന്റെ വിവരങ്ങളെന്താ?
ഇനി മോഹൻസാറിന്റെ വിവരങ്ങളൊന്നും അറിയില്ല. സാറ് പറഞ്ഞു, സാറിന്റെ സാറ് വീട് ലാസ്റ്റ് പറയാം. ഇനി എല്ലാവരും സംസാരിച്ചതിന് ശേഷം അടുത്ത ആള് ആയിക്കോട്ടെ. വേണുഗോപാൽ സാറാ. ആ വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് നമ്മളന്ന് നേരിട്ട് കണ്ടിട്ടില്ല. സാർ നമസ്കാരം. നമസ്കാരം. മുഖത്ത് പ്രകാശമില്ല. ഇതൊന്നും ഞാൻ ഓപ്പോസിറ്റ് സൈഡിലിരിക്കാം സാറേ, ഇപ്പൊ കാണാൻ തോന്നുന്നു. ഇപ്പൊ കാണാം. സാറേ, വളരെ മികച്ച ഒരു പ്രസന്റേഷൻ ആയിരുന്നു സാറിന്റെ. കാര്യം ഇത് വളരെ വൈഡായിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും പഠിക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ്. കാരണം അറിയാമല്ലോ, ഓരോ സാറ് മുമ്പേ പറഞ്ഞതിൻ്റെ തൊട്ട് പുസ്തകത്തിൽ കാണുന്നതോ അല്ലെങ്കിൽ പഠിക്കുന്നതോ അല്ല നമ്മൾ യഥാർത്ഥത്തിൽ ഒരു കൈ കാണുക എന്നുള്ളത്. കാരണം ഓരോ ജനറ്റിക്കിന്റെ ഡിഫറൻസ് അനുസരിച്ചിട്ട് ഓരോ കൈകളും ഓരോ പാഠപുസ്തകങ്ങളാണ്. അപ്പോൾ അതിനകത്തുനിന്ന് സാറിന്റെ ഇൻപുട്ടുകൾ തീർച്ചയായിട്ടും നമുക്ക് ഭാവിയിൽ ഇത് കൈകാര്യം ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാണെന്നുള്ളത് നിസ്സംശയമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഏറ്റവും എനിക്ക് ഇമ്പ്രസീവായിട്ട് തോന്നിയത് സാറിന്റെ ലാസ്റ്റിലത്തെ ഇന്നത്തെ ക്ലാസ്സാണ്. കാരണം അതിനകത്ത് ഒരു ഗുരു തന്റെ വിദ്യാർത്ഥിക്ക് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ളത് സാർ വളരെ ക്ലിയർ കട്ടായിട്ട് വളരെ വ്യക്തമായിട്ട് അത് ജ്യോതിഷമായാലും ഹസ്തരേഖയായാലും ഈ ശാസ്ത്രശാഖകളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വളരെ അത്യന്താപേക്ഷമായ കാര്യം. പുതിയ കാലഘട്ടത്തിൽ സാമ്പത്തികപരമായി ഇതിനൊക്കെ വളരെ ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ മൂല്യച്യുതികൾ എന്ന് പറയുന്ന സാധനങ്ങൾ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് പണത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സാധനമല്ല എന്നും ഇത് സേവനമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലൂടെ സാർ പറഞ്ഞ വലിയ വാക്കുകൾക്ക് ഒരു വലിയ നമസ്കാരം ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. കാര്യം ഇത് അങ്ങനെ പല ഗുരുക്കന്മാരും പറഞ്ഞു കൊടുക്കാത്തതാണ്. അതാണ് സാറിന്റെ ഏറ്റവും വലിയ എളിമയെന്ന് എനിക്ക് തോന്നുന്നു. അത് സാറിന്റെ ഏറ്റവും ഒരു ഐഡന്റിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു. വളരെ മികച്ച ക്ലാസ് ആയിരുന്നു. കാര്യം സാറിന്റെ പറഞ്ഞതിന്റെ കൂട്ട് ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് ഇതിനകത്തൊരു എക്സ്പെർട്ട് ആകാൻ പറ്റത്തില്ല. സാറ് അനേക വർഷങ്ങൾ ഒരു വലിയ മഹാഗുരുവിന്റെ കീഴിൽ പഠിച്ചതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്കത് പറഞ്ഞു തന്നു. അത് നമ്മൾ അങ്ങേ പാതാരവിന്ദങ്ങളെ സ്മരിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാമെന്ന് ആഗ്രഹിക്കുന്നു. സാറിനും അതുപോലെ തന്നെ ഇതിനൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന നമ്മുടെ ലാൽ സാറിനും ഒരിക്കൽ കൂടി ഈശ്വരനാമത്തില് ആ പതാരവിന്ദങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അടുത്തത് ആൽബിൻ. പേര് ഇതിൽ കാണുന്ന പേരാണ് ഞാൻ വിളിച്ചത്. സാറേ, എന്റെ ഇടയ്ക്കൊന്ന് നെറ്റ് കട്ടായി പോയായിരുന്നേ. കൃഷ്ണപ്രസാദ് സംസാരിക്കും. നമസ്കാരം. നമുക്ക് ഹസ്തരേഖ പഠിക്കാൻ പറ്റിയതിൽ പഠിപ്പിച്ചു തന്നതിൽ ഏറ്റവും നല്ലതിൽ ഗുരുവിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷം. ഈ ക്ലാസ്സുകളുടെ വീഡിയോ നമുക്ക് എപ്പോഴും കിട്ടണം. അത് ഇടയ്ക്കിടയ്ക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടും. അത് കിട്ടില്ല സാറേ? അത് കുറെ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, പിന്നെ നെറ്റില് ഉണ്ട്. പിന്നെ നിങ്ങൾ അതിന്റെ നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക. നമ്മൾ എല്ലാം എപ്പോഴും ഇട്ട് കഴിഞ്ഞാല് വല്ല കുഴപ്പമെന്ന് വെച്ചാൽ പിന്നെ കുറെ ആൾക്കാർ വീഡിയോ മാത്രം കണ്ട് പഠിക്കുന്ന ഒരു അവസ്ഥ വരും. അതുകൊണ്ടാണ് അത് ഒരു ലിമിറ്റഡ് പീരീഡിലോട്ട് മാറ്റിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ തന്നെ വീഡിയോ ഇടും. അപ്പൊ നിങ്ങൾ അതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക. അങ്ങനെയാണ് ഇതുവരെ ചെയ്തോണ്ടിരുന്നത്. പിന്നെ സാറിന്റെ വീട് എവിടെയാണ്, സ്ഥലം എന്ത് ചെയ്യുന്നു ഒന്ന് പറഞ്ഞു. ഞാനിപ്പോ സെറ്റിൽ ചെയ്തത് ബാംഗ്ലൂരാണ്. ഞാൻ ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ്. നാട്ടില് കണ്ണൂരാണ് സ്ഥലം. ബാംഗ്ലൂർ എവിടെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്? ബാംഗ്ലൂർ HSR ലേഔട്ടിലാണ് അമ്പലം. അവിടെ ക്ഷേത്രം അയ്യപ്പന്റെ അമ്പലമാണ്. മറ്റേ ഇവിടെ ബെല്ലേക്കള്ളി എന്ന് പോകുന്നു ആ വഴി അതാണ്? അല്ല HSR ലേഔട്ട് മടിവാള എന്നുള്ള
ഞാൻ 10 വർഷം അവിടേക്ക് നമ്മുടെ ഈ ഗ്രൂപ്പില് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അതെ, ഗ്രൂപ്പില് സുനിൽ സാറ് ഇവിടെ SSRലായിരുന്നു ആദ്യം താമസം. എൻ്റെ അടുത്ത് അവിടെ വരാറുണ്ടായിരുന്നു. മോഹൻ സാറിനും ലാൽ സാറിനും വളരെയധികം നന്ദി. താങ്ക് യു. സുനിൽകുമാർ സാർ പറഞ്ഞെടുക്കാം. കൃഷ്ണപ്രസാദാണ് എനിക്ക് ജ്യോതിഷത്തിന്റെയും ഹസ്തരേഖാ ശാസ്ത്രത്തിന്റെ ഒക്കെ കോണ്ടാക്ട് തന്നത്. ഞങ്ങൾ ഇടയ്ക്ക് കാണും അമ്പലത്തിലൊക്കെ പോകുമ്പോൾ. ഞാൻ ആദ്യം HSR ലേഔട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് അവരുടെ അയ്യപ്പന്റെ അമ്പലത്തിൽ പോവും. അങ്ങനെയാണ് കൃഷ്ണപ്രസാദിന് പരിചയമൊക്കെ ആയത്. അപ്പൊ ആദ്യം ജ്യോതിഷം പഠിച്ചു തുടങ്ങി. പിന്നെ ഹസ്തരേഖ അതിന്റെ കൂടെ ചേർന്ന് പോകുന്നതായത് കൊണ്ട് വിചാരിച്ചു അതും കൂടെ ഒന്ന് പഠിക്കാം. കുറെ നാളായിട്ട് പുസ്തകങ്ങളൊക്കെ മേടിച്ച് അഭ്യാസങ്ങളൊക്കെ നടത്താറുണ്ടായിരുന്നു. പക്ഷെ ഒരു സ്ട്രക്ചർ കിട്ടുന്നുണ്ടായിരുന്നില്ല പഠിക്കാനായിട്ട്. ഇപ്പൊ ക്ലാസ്സിൽ സാറിന്റെ ക്ലാസ് ഒരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പൊ അതൊരു ബേസിക് ആയിട്ട് നമുക്കത് വെച്ച് ഇനി കൂടുതൽ പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. മിസ്സായിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ നമുക്ക് ക്ലാസ്സിലെ നമ്മളെപ്പോഴും വരച്ചൊക്കെ കാണിക്കുന്നതുകള് സാറ് പറഞ്ഞ പോലെ കൈ പിടിച്ചു നോക്കുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷനാണ്. ഈ രേഖ എവിടെ നിന്ന് തുടങ്ങി എവിടെ വെച്ച് അവസാനിച്ചു, പിന്നെ ഇത് ചതുരാണോ സ്ക്വയർ ആണോ, അത് ഇത് ഏത് തരത്തിലുള്ള രേഖ എവിടെ നിന്നാ ഇത് രണ്ടും കൂടെ ചേർന്നിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു ആ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു നാച്ചുറൽ ആയിട്ടുള്ള കൈ കാണിച്ച് ക്ലാസ്സിൽ ഫിസിക്കലായിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആ ഒരു കോൺഫിഡൻസോട് കൂടി പറയാൻ പറ്റും ഈ പഠിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ആ ഒരു സമയത്താണെങ്കിൽ കുറച്ചുകൂടി സമയം എടുക്കും തോന്നുന്നു. എനിക്ക് സാറിന്റെ അടുത്ത് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഒരു ടിപ്പിക്കലായിട്ട് കൈ കാണിച്ചുകൊണ്ട് തന്നെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ക്ലാസ്സും കൂടെ ഒരു ഹയർ സ്റ്റഡി പോലെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അത് താല്പര്യം ഉണ്ടാവും, കുറച്ചും കൂടി അതും കൂടെ പഠിക്കാനായിട്ട്. അപ്പൊ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും നമുക്കത്. അതിന് ലാൽ സാറിന് അത് അറേഞ്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ റെഡിയാണ്. ഓൺലൈനാണോ സാർ ഉദ്ദേശിച്ചത്, ഓഫ്ലൈനാണോ? ഓൺലൈൻ ആയാലും മതി. അത് ആക്ച്വൽ ആയിട്ടുള്ള കൈയിന്റെ ഫോട്ടോകളാണെങ്കിൽ സാറിനത് കുറച്ചും കൂടി നമുക്ക് പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു തരാൻ പറ്റും. അപ്പൊ നമുക്കത് തിരിച്ചറിയാനും എളുപ്പമുണ്ട് അത്. ഓക്കെ, നമുക്ക് നോക്കാം. അതിനെപ്പറ്റി ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാല് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ ഞാൻ സെറ്റിൽ ആയിട്ടത് ബാംഗ്ലൂരാണ്. കഴിഞ്ഞ 25 വർഷത്തിൽ കൂടുതലായിട്ട് ഞാനൊരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. നാരായണ ഹൃദയാലയ എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റൽ ചെയ്യുന്നുണ്ട്. അതിന്റെ കോർപ്പറേറ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ. ഇപ്പോ അവിടെ തന്നെയാണ് ഞാൻ 10-20 കൊല്ലത്തിൽ ഇലക്ട്രോണിക് സിറ്റി ബൊംസാന്തര എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ഇലക്ട്രോണിക് സിറ്റിയിലാണ്. ഇപ്പൊ പോയി വരാൻ എളുപ്പത്തിന് ഹോസ്പിറ്റലിൽ അടുത്ത താമസം. അപ്പൊ ഞാൻ ഈ കൈയൊക്കെ പേഷ്യൻസിന്റെ കൈയൊക്കെ പിടിച്ചു നോക്കാൻ എനിക്ക് സൗകര്യം ഉണ്ടാവും. നമുക്ക് പേഷ്യൻസിനെ കാണാനും സംസാരിക്കാനും ഒക്കെ സൗകര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ അതിങ്ങനെ ആലോചിക്കുന്നുണ്ട്, കുറച്ചും കൂടി ഒന്ന് പഠിച്ചിട്ട് ഇവരുടെ കൈയൊക്കെ ഒന്ന് പിടിച്ച് കാർഡിയാക് പേഷ്യൻസിനെല്ലാം എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള രേഖകളോ ക്യാൻസർ പേഷ്യൻസിനുള്ള കോമൺ ആയിട്ടുള്ള രേഖകളോ ഒക്കെ കാണുവാണെങ്കിൽ നമുക്ക് അത് ഒരു തിരിച്ചറിയാനുള്ള ഒരു അറിവും കൂടിയാണത്. ഇപ്പൊ മോഹൻ സാറിന് ഇടയ്ക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുന്നത് കൊണ്ടോ മെസ്സേജ് അയക്കുന്നത് കൊണ്ടോ കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ല, ഒരു കുഴപ്പമില്ല. ഓക്കെ. ഇതെല്ലാം നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരുപാട് പഴയ അറിവുകളല്ലേ. ഇങ്ങനെ ആരും അത്ര ഫുള്ളായിട്ട് പകർന്നു കൊടുത്തുകൊണ്ടിരുന്ന ഒരു ശാസ്ത്രങ്ങളല്ലല്ലോ ഇതൊക്കെ. ഇപ്പോഴല്ലേ കുറെ കൂടി അതിനൊരു എല്ലാവരിലേക്ക് എത്തിത്തീരുന്ന ഒരു രൂപമായിട്ടല്ലോ. ഇപ്പോ പണ്ട് അങ്ങനെയല്ലല്ലോ, കുറച്ചു പേർക്ക് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഒരു രീതിയല്ല. പക്ഷെ അപ്പൊ അതിലേക്ക് കൂടുതൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു പക്ഷെ അത് കൂടുതൽ നന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എല്ലാ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യാന്ന് വിചാരിച്ചത്. അവിടെ എന്താ സാറിന്റെ ജോലി? കോർപ്പറേറ്റ് ഓഫീസിലാ? ഞാൻ സൗത്ത് റീജിയൻ ബിസിനസ് ഹെഡ് ആയിരുന്നു 3 വർഷം വരെ. ഇപ്പൊ ഞാൻ നമ്മുടെ പുതിയ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലുകളെല്ലാം നമ്മൾ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഓപ്പറേഷൻസും കണക്ഷൻസും അപ്പോയിന്റ്മെന്റ്സും അതെല്ലാം. അപ്പൊ ഡിജിറ്റലൈസേഷൻ പ്രോജക്ടിന്റെ ഹെഡാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. ഒരു സംശയം ചോദിച്ചോട്ടെ? ആയിക്കോട്ടെ സാറേ. നിങ്ങൾക്ക് അവിടെ പ്രോജക്റ്റ് വർക്ക് ഉണ്ടോ? നമുക്ക് റിസർച്ച് ഒക്കെ നടത്താറുണ്ട്. നമ്മൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചുകള്, രോഗമായിട്ടുള്ള ബന്ധപ്പെട്ട റിസർച്ചുകളും മെഡിസിന്റെ ട്രയൽസ് ഒക്കെ നടത്താറുണ്ട്. മെഡിസിന്റെ ട്രയൽ അല്ല ഞാൻ ചോദിച്ചത്.
ഞാനൊരു പ്രോജക്റ്റ് സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തിട്ട് ആ സാങ്കേതിക പ്രശ്നം കൊണ്ട് ആ ആ പ്രോജക്റ്റ് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു കാര്യമാണ്. അത് ലാൽ അതെ. സാറിനൊക്കെ അറിയാം സാങ്കേതികമാണ്. ആ ആ കാരണം സെൻട്രൽ മിനിസ്ട്രിയില് സയൻസ് ആൻഡ് ടെക്നോളജിയില് ഹെഡിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ആ പ്രോജക്റ്റ് കാര്യമൊക്കെ കേട്ട് എല്ലാം കേട്ടിരുന്നിട്ട് അദ്ദേഹം അവസാനം ചോദിച്ചു, ആർ യു എ ഡോക്ടർ, ആർ യു എ കാർഡിയോളജിസ്റ്റ് എന്നാണ് എന്നോട് ആദ്യം ചോദിച്ചത്. ഞാൻ നോ എന്ന് പറഞ്ഞപ്പോ അടുത്ത ചോദ്യം ആർ യു എ ഡോക്ടർ, അതും നോ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് അടുത്ത ചോദ്യം ദെൻ ഹൗ ക്യാൻ യു കണ്ടക്ട് ദി പ്രോജക്ട്. ഇത് പറയേണ്ട ഒരു ഡോക്ടറാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവിടെ നിങ്ങളുടെ അവിടെ എവിടെയെങ്കിലും അങ്ങനെ കാർഡിയോളജി, ദാറ്റ് മീൻസ് ഡെർമറ്റോഗ്ലൈഫിക്സും കാർഡിയോളജിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു പഠനം നടത്താൻ നിങ്ങളെ മാനേജ്മെന്റിന് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യം ആലോചിക്കാം. ഞാൻ എന്റെ പ്രിലിമിനറി സ്റ്റഡി നടത്തിയിട്ടുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി, കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സയൻസ് ആൻഡ് ടെക്നോളജി എന്റെ പ്രോജക്റ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, മനസ്സിൽ വെച്ചേക്കാ സാർ. ഞാൻ സാറിന്റെ അടുത്ത് സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കാം അതിനെ പറ്റി. നമുക്കായിട്ടൊരു ബന്ധപ്പെട്ട ഇതാണെങ്കിൽ നമുക്ക് അത് ട്രൈ ചെയ്യാം. കോൺഫിഡൻഷ്യാലിറ്റി എല്ലാം കീപ്പ് ചെയ്ത് നമുക്ക് റിസർച്ച് വിങ് ഉണ്ട്, റിസർച്ച് ഹെഡും ഉണ്ട്. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് സംസാരിച്ചിട്ട് ഞാൻ സാറിന്റെ അടുത്ത് തിരിച്ചു വരാം. അതിനുശേഷം ഡീറ്റെയിൽസ് കൂടുതൽ കിട്ടിയിട്ട്. ഓക്കെ, ശരി, സാറിനെ കോൺടാക്ട് ചെയ്യാം. നടക്കട്ടെ, അത്രേ ഉള്ളൂ. ലാൽ സാറിനൊക്കെ അറിയാം പ്രോജക്ട്, ലാൽ സാറിനൊക്കെ അറിയാം. ലാൽ സാറിനോടൊക്കെ ഞാൻ ഇത് സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ഓക്കെ 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 ഓക്കെ. അതല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള വേറെ ചെറിയ ഹോസ്പിറ്റലുകളുണ്ട്. ഹോസ്പിറ്റലില്ല, ഇതൊരു 10 CR വിലയുള്ള ഒരു പ്രോജക്റ്റ് ആണ്. ഓക്കെ ഓക്കെ. ആ പ്രോജക്റ്റിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 10 CR വേണ്ടി വരും. ഓ അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിയാണ് ഞാൻ സെൻട്രൽ ഗവൺമെന്റ് പോയത്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ MD ശശി തരൂരൊക്കെ അത് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പഴയ നമ്മളെ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്ന പഴയ ഡോക്ടർ ഹർഷവർദ്ധൻ, ഡോക്ടർ ഹർഷവർദ്ധൻ, അദ്ദേഹത്തെ നേരത്തെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ പ്രോജക്റ്റ് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ പറഞ്ഞത് സാങ്കേതികത്വമാണ്. ഓക്കെ, അത് വിടാം. എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞപ്പോ ഒരു അവസരം ഞാൻ ഉപയോഗപ്പെടുത്തിയതേ ഉള്ളൂ. ഓക്കെ സാർ, താങ്ക് യു. ശരി, നമസ്കാരം സാർ. സാറെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. സാറേ, എനിക്ക് ഞാനിതിനെ പറ്റി ഒരു 2-3 ബുക്കൊക്കെ വായിച്ചിരുന്നു. ഒരു എത്തുമ്പോഴും കിട്ടാതിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കോഴ്സിന് ചേരാൻ പറ്റിയത്. ഈ പറഞ്ഞത് സുനിൽ സാർ മുഖാന്തരമാണ് ഞാൻ ഈ കോഴ്സിലേക്ക് വരുന്നത്. ഇപ്പൊ സംസാരിച്ചത് സാറിന്റെ ക്ലാസ് വളരെ എനിക്ക് വാലിഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വളരെ നോട്ട്സ് ഒക്കെ വളരെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ സാറ് ചെയ്തു തന്നിട്ടുണ്ട്. എനിക്ക് അത്രയാണ് പറയാനുള്ളത്. അതിനൊരു പ്ലാറ്റ്ഫോം തന്ന ലാൽ സാറിന് വളരെയധികം നന്ദി. എൻ്റെ സ്ഥലം ചാലക്കുടിയാണ്. ഞാൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. സിവിൽ എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ സാർ. ഓക്കെ, താങ്ക്സ്. ബിജു, സാറേ നമസ്കാരം. നമസ്കാരം. രണ്ടുപേർക്കും നമസ്കാരമുണ്ട്. സാറേ, ഞാൻ ബിജു, കോയമ്പത്തൂരിൽ നിന്നാണ്. ക്ലാസ് ഭയങ്കരമായിട്ടൊരു ത്രില്ലിംഗ് ആയിരുന്നു. പിന്നെ വേണുഗോപാൽ സാർ പറഞ്ഞ കുറെ കാര്യങ്ങളോട് എനിക്ക് യോജിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഭംഗിയായിട്ട് ക്ലാസ് കൊണ്ടുപോയി. ഒരുപാട് നല്ല കാര്യങ്ങളിൽ നിന്ന് പഠിക്കാൻ പറ്റി. പിന്നെ ഈ ക്ലാസ് തുടർന്ന് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്, അതായത് ഹയർ സ്റ്റഡീസ്. അപ്പൊ അതിനെ ഒരുക്കി തന്ന പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ലാൽ സാറിനും ഇത് ഞങ്ങളെ പഠിപ്പിച്ച ഒരു ഗുരുനാഥനായ മോഹൻ സാറിനും എൻ്റെ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. ബിജു എന്ത് ചെയ്യുന്നു? സാറേ, ഞാൻ കോയമ്പത്തൂർ സെറ്റിൽഡ് ആണ്. ഷൊർണൂരാണ് എൻ്റെ സ്വന്തം സ്ഥലം. ഇവിടെ ഫാബ്രിക്കേഷൻ വർക്കാണ്. അതുപോലെ തന്നെ അമ്പലത്തിൽ പൂജയാണ്. ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. രണ്ടും കൂടി കൊണ്ടുപോകും. എല്ലാവരും കഴിഞ്ഞോ? മാഷേ, എന്റെ നെറ്റ്വർക്കിന് എന്തോ പ്രോബ്ലം നെറ്റ് കട്ടായിരുന്നു. എല്ലാവരും കഴിഞ്ഞു. ലാൽ മാഷ്, സാറിന്റെ അവിടെ കട്ട് ചെയ്തെന്ന് തോന്നുന്നു.
നെറ്റിന്റെ പ്രോബ്ലം ആയിരുന്നു. നെറ്റ് പ്രോബ്ലം തന്നെ. നമ്മുടെ കയ്യിലെ രാഘവ് ഹലോ ലാൽമാർഷെ കേൾക്കാം? ലാൽമാർഷെ സാറേ എന്റെ നെറ്റ്വർക്ക് എന്തോ തകരാറാണ്. സാറ് അത് ക്ലോസ് ചെയ്തോളൂ. നോക്കട്ടെ, ഞാൻ റീജോയിൻ ചെയ്യാൻ പറ്റുമോ നോക്കാം. 1 സെക്കൻഡ് നോക്കാം. ഇല്ലെങ്കിൽ സാറ് ക്ലോസ് ചെയ്താൽ മതി. ഒന്നുകൂടി നോക്കാം. ഒന്ന് നോക്ക് മാഷെ. വന്നു, കിട്ടിയല്ലോ. ഓക്കെ. എന്റെ നെറ്റ്വർക്ക് എന്തോ ഒരു ചെറിയൊരു പ്രോബ്ലം വന്നതാണ്. അതെ. അപ്പൊ സാറ് എന്തായാലും ഇവരോടൊക്കെ എന്തെങ്കിലും കൂടി പറയാ, ഒന്ന് ക്ലോസ് ചെയ്യാം നമുക്ക്. ഞാൻ എന്റെ ആദ്യത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. എന്റെ പേര് മോഹൻ എന്നാണ്. സ്ഥലം ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെ നെയ്യാർ ഡാം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കള്ളിക്കാട് പഞ്ചായത്തില് ഗ്രാമമാണ്, തികഞ്ഞ ഗ്രാമമാണ്. നെയ്യാർ ഡാം എന്നാണ് സ്ഥലം അറിയപ്പെടുന്നത്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. എന്റെ വീട്ടിലോട്ട് കഷ്ടിച്ച് 1 കിലോമീറ്റർ ആകുമ്പോൾ ഈ ടൂറിസ്റ്റ് കേന്ദ്രമാവും. പിന്നെ എന്റെ നാട്ടിൽ വേറെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ പ്രിസൺ, ഈ തുറന്ന ജയിൽ, ഈ തടവുകാരെയൊക്കെ ലോക്കപ്പ് ചെയ്യാതെ വിലങ്ങില്ലാതെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഓപ്പൺ പ്രിസൺ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 750 ഏക്കർ സ്ഥലത്താണ് ആ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. അത് എൻ്റെ നാട്ടിലാണ്. മറ്റൊന്ന് എൻ്റെ നാട്ടിന് സമീപത്താണ് നമ്മുടെ കേരളത്തിലെ ആന വളർത്തൽ കേന്ദ്രം. ഓക്കെ, അങ്ങനെയൊക്കെ കുറെ വാട്ടർ അക്വേറിയം എൻ്റെ നാട്ടിലാണ്, നെയ്യാഡാമിലാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകത ഉണ്ട്. നമ്മുടെ ലാൽ സാർ എന്നുള്ളത് ന്യൂമറോളജിയിലെ ഒരു ഉസ്താദാണ്. നിങ്ങൾക്ക് അതറിയില്ലായിരിക്കാം. അദ്ദേഹം തമിഴ്നാട്ടിൽ മദ്രാസിൽ ചെന്നാണ് അദ്ദേഹം ന്യൂമറോളജി പഠിച്ചത്. അദ്ദേഹത്തിന് നന്നായിട്ട് ആ വിഷയം കൈകാര്യം ചെയ്യാൻ കൂടി അറിയാം. കഴിയുമെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ കീഴിൽ നിന്ന് ആ ന്യൂമറോളജി കൂടെ പഠിക്കാൻ ശ്രമിക്കുക. എന്തായാലും ഇപ്പം ന്യൂമറോളജിയും ഇതും പാമിസ്ട്രിയും ഞാൻ ഒരു പാഷനായിട്ട് കൊണ്ടുപോവുകയാണ്.
എന്താ പറയാ, ഒരു ഇഷ്ടമാണത്. അതോടൊപ്പം തന്നെ അത്യാവശ്യം പഠിപ്പിക്കലും, അത്യാവശ്യം കൺസൾട്ടിങ്, അത്യാവശ്യമായിട്ട് ആരെങ്കിലും വന്നാൽ കൺസൾട്ടിങ് ചെയ്യും. പക്ഷെ എന്റെ നാട്ടിൽ ആർക്കും അറിയില്ല ഞാൻ കൺസൾട്ട് ചെയ്യും എന്നുള്ള കാര്യം. കാരണം നാട്ടിൽ ആരെയും ഞാൻ അങ്ങനെ ഞാൻ ചെയ്യിക്കാറില്ല. പുറത്തുനിന്ന് വരുന്നവരാണ്. ഇത് രസം ഞാൻ ഇവിടെ അധ്യാപകൻ, എൻട്രൻസിന്റെ അധ്യാപകൻ എന്നുള്ള പേരാണ്. ഞാൻ പറഞ്ഞൊരു ഗ്രാമമാണ്. ഒരു വലിയൊരു കാലഘട്ടം നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തന മേഖലയിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ്. വളരെ വളരെ. എന്തെങ്കിലും നിങ്ങൾ എൻ്റെ നാട്ടിൽ വരികയാണെങ്കിൽ എന്നെ കണ്ടെത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വേണ്ട. എൻ്റെ പേരിനോടൊപ്പം നിങ്ങൾ പറഞ്ഞ സാർ കൂടി ചേർത്തിട്ട് ചോദിച്ചാൽ മതി. മോഹൻ സാറിന്റെ വീട് എന്ന് കേട്ടാൽ, എൻ്റെ നാട്ടിൽ വന്നിട്ട് കള്ളിക്കാട് വന്നിട്ട് മോഹൻ സാറിന്റെ വീട് എന്ന് കേട്ടാൽ നിങ്ങൾക്ക് ആരും കൊണ്ട് കാണിച്ചു തരും. കാരണം ഗ്രാമമായതുകൊണ്ട് തന്നെ എല്ലാവരും അറിയും. ഗ്രാമത്തിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് പരസ്പരം ഒരു 7-8 കിലോമീറ്റർ ചുറ്റുള്ള എല്ലാവരും പരസ്പരം അറിയുന്നവരാണ്. അപ്പൊ അറിയാൻ കഴിയും. നമുക്ക് എപ്പോഴെങ്കിലും കാണാം. കഴിയുമെങ്കിൽ ബാംഗ്ലൂരുള്ള രണ്ടുപേരും ചാലക്കുടിക്കാരും തീർച്ചയായിട്ടും ഞങ്ങൾ വരും ഒരു ദിവസം. നമ്മള് ലാൽ മാഷ് ആ ഒരു ക്ലാസ്, എൻ്റെ ഒരു ഫൈനൽ എന്താ പറയാ, നിങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റ് തരുന്ന ഒരു ചടങ്ങിന് എല്ലാവരും കൊണ്ട് ഒരു സൗകര്യം നോക്കി ഒരു ദിവസം വെച്ചാൽ ചാലക്കുടിക്കാരെയും നമുക്ക് കോയമ്പത്തൂരിലാളെയും ബാംഗ്ലൂരിലെ പൂജാരിയെയും ഒക്കെ നമുക്ക് ഒരുമിച്ച് കണ്ട് നമുക്കൊന്ന് ഒരു ദിവസം നമുക്ക് ചെലവഴിക്കാം. അതിനൊരു അവസരം ഉണ്ടാവട്ടെ. എല്ലാവർക്കും എൻ്റെ ഗുരുനാഥന്റെയും പേരിലും എൻ്റെ എന്താ കേട്ടില്ല, എന്റെ നാട്ടിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രത്ത് ഒരുമിച്ച് കൂടാ. അതിനൊന്നും ഒരു വിരോധമില്ല. എന്റെ നാട്ടിൽ വരുന്നതിന് വിരോധമൊന്നുമില്ല. നമുക്ക് എന്തുവേണോ ചെയ്യാം. അതിൻ്റെയൊക്കെ നിങ്ങൾ ലാൽ സാറുമായി ബന്ധപ്പെട്ടാൽ സാർ അത് മാനേജ് ചെയ്യും. എൻ്റെ ഗുരുവിന്റെ പേരിലും ഭഗവാന്റെ പേരിലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. നോക്കാം. ഇടയ്ക്ക് എന്റെ നെറ്റ്വർക്ക് കുറച്ച് തകരാറൊക്കെ വന്നു, അതുകൊണ്ട് തടസ്സമൊക്കെ വന്നു. എല്ലാവരും ക്ഷമിക്കുക. ഞാൻ മോഹൻ സാറിന്റെ അടുത്ത് ഏകദേശം ഒരു 7-8 വർഷം മുമ്പ് ഫാർമസിസ്റ്റ് പഠിച്ച ആളാണ്. അതിനുശേഷം കുറച്ച് നാളില് കഴിഞ്ഞിട്ട് സാറിന്റെ നമ്പർ പോലും എനിക്ക് നഷ്ടപ്പെട്ടു. സാറിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പൊ എനിക്ക് ഇവിടെ ഈ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു ക്ലാസ് വെക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. സാറിനെ അന്വേഷിച്ച് നടന്നു അവസാനം അത് ഞാൻ നമ്പർ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ സാറിനെ വിളിച്ചു സംസാരിച്ചു. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ വെച്ചത്. ഇപ്പം എനിക്ക് തോന്നുന്നു 5-6 ബാച്ച് നമ്മളിപ്പം, ഇത് 6ാമത്തെ ബാച്ചാണെന്ന് തോന്നുന്നു. 5 ബാച്ചോളം നമ്മൾ കഴിഞ്ഞു. അപ്പം നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു എക്സാമും കാര്യങ്ങളുമൊക്കെ നമുക്ക് നടത്താം. ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യണമെന്നുണ്ട്. അത് അടുത്ത മാസം നമുക്കൊരു എക്സാം നടത്താം. അതിനെപ്പറ്റി സാറോട് സംസാരിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലിടാം. പിന്നെ എന്നെപ്പറ്റി പറഞ്ഞാൽ എൻ്റെ പേര് TP അജയലാൽ എന്നാണ്. ഞാൻ സ്വദേശം ആലപ്പുഴയാണ്. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്. കുറച്ച് ബിൽഡിംഗ് വർക്കുകളും അങ്ങനെയുള്ള കോൺട്രാക്ട് വർക്കായിരുന്നു എൻ്റെ തൊഴിൽ. പക്ഷേ ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് ഞാൻ ആ മേഖലയിലൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ ഇതുപോലുള്ള ചില ജ്യോതിഷം, വാസ്തു, ന്യൂമറോളജി, പ്രൊണോളജി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തൊക്കെ മുന്നോട്ട് പോവുകയാണ്. വളരെ ലാഭം ഉണ്ടായിട്ടൊന്നും അല്ല, എനിക്കൊരു ഇഷ്ടം അതായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പം എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എൻ്റെ പേരിലും എൻ്റെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരിലും എല്ലാവരോടും നന്ദി പറയുന്നു. നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുമെങ്കിൽ നേരിട്ട് കാണാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ. സാറിനോടും നന്ദി പറയാണ്. ക്ലാസ് എടുക്കാനായിട്ട് സമ്മതിച്ച് സാറിവിടെ വന്ന് ക്ലാസ്സുകൾ നല്ല ഭംഗിയായിട്ട് എടുത്ത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സാറിനോടും പ്രത്യേകം നന്ദി പറയുന്നു. അപ്പൊ നമുക്ക് അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചോളുക. അങ്ങനെ അത് ഒരേ വാക്കിൽ തന്നെ മോഹൻ സാറും വേണുഗോപാൽ സാറും സമർപ്പിച്ചുള്ള. കാരണം ഇതൊരു കാശിന് വേണ്ടിയിട്ടല്ല നമ്മളിത് പഠിക്കുന്നുള്ളത്. ഇതൊരു ത്രില്ലിംഗ് അല്ല സാറേ. ജീവിതത്തിൽ എന്തെങ്കിലും ജീവിതത്തിൽ കിട്ടുന്ന ഒരു അവസരമാണല്ലോ ഇത് ഭഗവാന്റെ സമർപ്പണമാണല്ലോ. അല്ലാതെ നമ്മളൊരു കാശിന് വേണ്ടി ഇത് പഠിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യമല്ലല്ലോ ഇത്. ഓക്കെ, താങ്ക് യു. സാറേ നമസ്തേ.